വെൽക്കം ബാക്ക് ടു ബിസിനസ് മലയാളി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോകുൽ സോമരാജൻ. എഡ്യൂക്കേഷൻ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു എലിമെന്റ് ആണ്. ആ എഡ്യൂക്കേഷൻ സെക്ടറിൽ എഡെക്സ് എന്ന് പറഞ്ഞൊരു ലൈഫ് സ്കൂൾ, എഡെക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു ഫൗണ്ടറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആ ഫൗണ്ടറിന്റെ പേരാണ് അംബ്രാസ്. വെൽക്കം. നമുക്ക് ഇന്ന് ടൈം തന്നതിന് ആദ്യം തന്നെ താങ്ക് യു. സന്തോഷം. അപ്പോ എനിക്ക് യുണീക്കായിട്ട് തോന്നിയത് അംബ്രാസ് എന്നുള്ള പേര്, ആ പേരിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പിന്നിലൊരു എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ഇതിന്റെ സ്റ്റോറി, ഞാൻ 1996 ജനിക്കുന്നത്. ഓക്കെ. ആ ജനുവരിയില് ആ സമയത്ത് എൻ്റെ നെയ്ബേഴ്സിനെ കബീർ, ഫാരിസ്, സുഹൈൽ എന്നൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫാദറിന് എനിക്ക് അംബ്രാസ് എന്നിട്ട് എനിക്ക് ആദ്യം പേര് ഇഷ്ടമല്ലായിരുന്നു. സീരിയസ്ലി. കാരണം ആശിക്കുന്ന നല്ല അങ്ങനത്തെ പേരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തിനാ മുപ്പര് അംബ്രാസ് എന്നിട്ടായിരുന്നു. ഇതൊരു ഉറുദു നെയ്മാണ്. മുപ്പര് ബാംഗ്ലൂരും കുവൈത്തിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇട്ടൊരു പേരാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ ഫാദർ ഒരു 30 വർഷം മുമ്പ് ഇട്ടതുകൊണ്ടുകൊണ്ട് നന്നായി എന്നുള്ള. എനിക്കൊരു 15 വയസ്സ് വരെ എനിക്ക് പേര് ഇഷ്ടമല്ല. അംബ്രാസ് എന്ത് മോശം പേരെന്നിരുന്നു. പക്ഷെ ഇപ്പം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഗോകുൽ സാറിനോട് ആരോടാണെങ്കിലും ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രാസ് എന്ന് കേട്ടാൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു യുണീക്ക് പേരാണ്. ഇതിന്റെ അർത്ഥം വരുന്നത് സ്നേഹിതം എന്നുള്ളതാണ്. എന്താ പറയുക, അതിന്റെ മീനിങ് വരുന്നത്. അപ്പം എന്തുകൊണ്ടും ഫാദറിനോട് ഗ്രേറ്റ്ഫുൾ. അതായത് എനിക്ക് അറിഞ്ഞതിൽ എങ്ങനെ ആവും എന്നുള്ളത്. 2013 എൻ്റെ ലൈഫിൽ ഭയങ്കര നിർണായക. അപ്പം എന്താ ചോദിച്ചുമ്പോൾ ഒന്നുമല്ല, ഒരു ഹണീബി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പം അതിലൊരു ആംബ്രോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്കതൊരു അംബ്രോ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ആംബ്രോ ആയി കോളേജിലും നാട്ടിലും എല്ലായിടത്തും. അപ്പം അങ്ങനെ കൂടി എന്തായിട്ട് ഈ പേര് ഇതാണ് അങ്ങോട്ട് ഇവോൾവ് ആയി വന്നു. അതാണ് അംബ്രാസ് എന്നുള്ളതുകൊണ്ട്. പിന്നെ അംബ്രാസ് എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഡിഗ്രീസ് ആണ് അംബ്രാസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഞാൻ എൻ്റെ ഏർലി സ്കൂൾ ഹൈസ്കൂൾ മുതൽ പറയാം. ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എനിക്ക് അന്ന് പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ കുതിര കളിച്ച് നടക്കണം. ഞാനപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് SLC മാത്സ് പരീക്ഷ തിങ്കളാഴ്ച, സൺഡേ ക്രിസ്ത്യൻ ബ്രദർ സിനിമക്കോട്ട് വിട്ട് നടിയിട്ട് ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ദുൽമാന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിറങ്ങി. അതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് മാർക്ക് കുറവാണ്. എനിക്ക് SLC ഒരു 52% മാർക്കുള്ളൂ. അതായത് 52% എന്ന് പറഞ്ഞാൽ വളരെ കുറവ് മാർക്കാണ്. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തു. ലാസ്റ്റ് ഗവൺമെൻറ് സീറ്റ് ഇൻക്രിമെൻറ്റ് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളിലേക്ക് പഠിച്ച ഒരാളാണ്. പക്ഷെ അവിടുന്ന് മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ നടക്കൂല കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അങ്ങനെ അവിടുന്ന് പഠിച്ചു. അവിടുന്ന് മാർക്ക് കൂട്ടി 69% അടുത്ത് +2 മാർക്കായി. അങ്ങനെ CCST എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവിടെ BCom ജോയിൻ ചെയ്തു. 3 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം MBAക്ക് വേണ്ടിയിട്ട് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് പാലക്കാടിലുള്ളൊരു കോളേജിൽ, ഇപ്പോൾ ഓട്ടോണമസ് ഒക്കെയാണ്, തൊമ്മൻ്റെ കോളേജ് എന്ന് പറയും. അവിടെ പോയിട്ട് എന്ത് ചെയ്തു, MBA ചെയ്തു. ആ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ദുബായിലോട്ട്. റിജൻസി ഗ്രൂപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഗ്രാൻഡ് എന്ന ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാൻ 3rd സെമസ്റ്റർ കഴിയുന്നതോടെ ദുബായിലേക്ക് ഇൻറ്റേൺഷിപ്പിനും പ്രൊജക്റ്റും അങ്ങനെ 3 മാസം ആ ഗ്യാപ്പിൽ പോയി. തിരിച്ചു വന്നു. കമ്പനി ഓഫർ ലെറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പോയി. അങ്ങനെയാണ് എൻ്റെ അക്കാദമിക്സ്. അപ്പോൾ ഈ ദുബായിലാണ് എൻ്റെ കരിയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഒരു പ്രൊഫഷണൽ ജോബ് എന്നുള്ളതിലേക്ക് MBA കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പോകുന്നത്. ദുബായിൽ 2 years വർക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്ന് നാട്ടിൽ നിൽക്കാനൊക്കെ വേണ്ടി ആഗ്രഹിച്ചിട്ട് IDL എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ 2 UG എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. CCSTയിൽ സ്റ്റുഡൻ്റായിട്ട് പോയി, IDL 3 വർഷം ടീച്ചറായിട്ടും പോയി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്തപ്പോൾ HOD ആയിട്ട് പ്രൊമോഷൻ കിട്ടി. അത് കഴിഞ്ഞ് 1 year ഇപ്പോൾ IQC കോർഡിനേറ്റർ ആയിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ പഠിച്ച കോളേജിൻ്റെ ചെയർമാൻ ഉണ്ട്, ഡോക്ടർ തോമസ് K ജോർജ്, തൊമ്മെന്ന് വിളിക്കുന്ന. മുപ്പര് എന്ത് ചെയ്തു, കാസർഗോഡ് ഒരു MBA കോളേജ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MBA കോളേജിൽ മുപ്പർക്ക് ഒരു മാനേജർ വേണം കോളേജ് നോക്കി നടത്താൻ. അങ്ങനെ മുപ്പര് എന്ത് ചെയ്തു, എന്നെ അവിടേക്ക് അപ്പോയിന്റ് ചെയ്തു. ഞാൻ ഒരു 2023 മുതൽ ഒരു 1.5 years അടുത്ത് കാസർഗോഡ് ഒരു കോളേജിൻ്റെ മാനേജറായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഈ എഡെക്സ് എന്നുള്ള, ഞാൻ ആ IDL പഠിക്കുന്ന സമയത്ത് തന്നെ എഡെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി ക്രാഷ് കോഴ്സിന് സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഡിഗ്രി പാസ്സായി കൊടുക്കുക എന്നുള്ള രീതിക്കുള്ളത്. അപ്പോൾ പിന്നെ ഇതിനുശേഷം എനിക്കതൊന്ന് മാറ്റി എടുക്കണം, ഒന്നുകൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എഡെക്സ് ലൈഫ് സ്കൂൾ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു അക്കാദമിക് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഡെക്സ് വേറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളിവിടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആ ഐഡിയക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ജീവിതത്തിൽ എന്തെങ്കിലും ഇവന്റ്സ് ആണോ? യെസ്, എക്സാക്ട്ലി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിക്കാൻ
കുറച്ച് പുറകോട്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചെങ്കിൽ എനിക്ക് എൻ്റെ എൻവയോൺമെൻറ്റിൽ തന്നൊരു കാര്യം, പഠിച്ചാലേ പഠിയുള്ളൂ എന്നുള്ള കാര്യം ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പറയുള്ളത് നിങ്ങൾക്ക് വായിച്ചാലല്ല പഠിക്കുക. എന്നോട് പറഞ്ഞു വായിച്ചു പഠിക്കണം. അത് മനുഷ്യന്മാർ അതൊരു ശരി ഒരു തെറ്റിദ്ധാരണയാണ്. വായിച്ചാൽ മാത്രമല്ല പഠിക്കുക, നിങ്ങൾക്ക് കേട്ടാൽ പഠിയും, നിങ്ങൾക്ക് ചെയ്താൽ പഠിയും, നിങ്ങൾക്ക് കണ്ടാൽ പഠിയും. ഇത് ഞാൻ പറഞ്ഞല്ല, സയൻറ്റിഫിക്കലി പറഞ്ഞാണ്. ഒരു കുട്ടിക്ക് ലേണിങ്ങിൻ്റെ ഇത് പറയുന്നത് വെച്ചെങ്കിൽ പല രീതിക്കാണ്. ചിലർക്കത് കേട്ടാലേ പഠിയുള്ളൂ, ഒരിക്കൽ എത്ര വായിച്ചാലും തലയിൽ കയറൂല. അപ്പം എനിക്ക് ശരി കേട്ടാലേ പഠിയുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. എനിക്ക് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ചെയ്താലേ പഠിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഞാൻ അങ്ങനെ എനിക്ക് മാർക്കുകൾ കുറവായതും ഞാനൊരു ഇതായത് പോയത്. പക്ഷെ എനിക്കൊരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓർത്ത് വെച്ചിട്ട് പരിശീലനം പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗം നോക്കിയാൽ മതി. കുട്ടികൾ എന്ത് ചെയ്യണം, ഇരുന്ന് കാണാം, അവർ ഉറക്കെ വായിച്ച് പഠിക്കണം. പേരൻസിന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ പേരൻസ് വീഡിയോ കണ്ടെങ്കിൽ നിങ്ങളോടാണ്, നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ഉറക്കിരുന്ന് വായിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യണം. രാവിലെ എണീറ്റ് നേരത്തെ പറഞ്ഞു, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം. ശരിക്കും അതൊക്കെ ഒരു മിത്താട്ടോ. അങ്ങനെയല്ല. ചില കുട്ടികൾക്ക് രാത്രിയാകാരം, ചില കുട്ടികൾക്ക് പല സമയത്താകാരം. അതൊക്കെ അവരുടെ സൈക്കോളജിക്കലി ആ സാധനം വരുന്നതാണ്. ആദ്യം ഒന്നും നല്ലൊരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ എക്സ്പെർട്ടിനോട് സംസാരിച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കി. ഇനി ഞാൻ ഇപ്പോൾ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. കുട്ടികൾ പഠിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ പുറത്ത് എന്താണ് ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, പാരൻസും സ്റ്റുഡൻസും ടീച്ചേഴ്സും പൊളിറ്റീഷ്യൻസും ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്, എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ ഒരുപാട് പ്രശ്നം പറയുന്നത്. ഇതിന് സൊല്യൂഷൻ എന്നുള്ള ഞാൻ അതിനെക്കുറിച്ചിട്ട് എൻ്റെ ചിന്ത മൊത്തം കാസർഗോഡുള്ള സമയത്ത് എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഒരുപാട് സമയം. കാരണം രാത്രി നമ്മൾക്ക് ഇതേപോലെ നാട്ടിൽ ചങ്ങായിമാരൊന്നുമില്ല, വേറെ നാട്ടിൽ പോയി നിൽക്കാണല്ലോ. ഞാൻ വീക്കെൻഡ്സ് മാത്രമേ നാട്ടിലുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ അവിടെ കയറാം. അപ്പോൾ വൈകുന്നേരം ലാപ്പിൽ നിന്ന് കണ്ട് ഫുള്ള് റിസർച്ച് ആക്കാരം എങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണത് ഗുരുകുലം എന്നുള്ള മോഡലാണ്. ഒന്നുമില്ല, നാട്ടിൽ ഒരു വിദ്യാഭ്യാസം കുറച്ച് നോളജുള്ള ഒരാളുണ്ടാവും, അത് സർട്ടിഫിക്കറ്റ് ബേസിലല്ല, നോളജുള്ള ഒരാളുണ്ടാവും. ആളെ കീഴിൽ എന്തുണ്ടാവും, കുറച്ച് കുട്ടികൾ കൂടിയിരുന്ന് പഠിക്കും, അത് മനസ്സിലാക്കും, അവർ കൃഷി ചെയ്യും, അവർ ഫാമിങ്, ബാക്കിയുള്ള എല്ലാ വിറക് വെട്ടും, അങ്ങനെ ആയുധ പരിശീലനമൊക്കെ ചെയ്യും. ഒരു ഏജ് കഴിഞ്ഞാൽ അവർ ഗുരുകുലം. അതിപ്പോൾ പള്ളികളിൽ ഉസ്താദുമാരെന്ന് പറയാം, എന്താ സെമിത്തേരിയിൽ അങ്ങനെ പല രീതിക്കുള്ള ആൾക്കാർ. ഈ ഗുരുകുലം മാറിയിട്ട് പിന്നെ സ്ട്രക്ചേർഡ് ഉണ്ടാക്കി നമ്മൾ സ്കൂളല്ല വന്നുള്ളൂ, മദ്രസകൾ എന്ന് പറയും. അതായത് മുഗൾ രാജവംശം എന്നുണ്ടാക്കി ഇസ്ലാമിക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഇരുത്തി. അതായത് ഗുരുകുലത്തിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഇതാ വരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് രാജ് വന്നു. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ചെയ്തൊരു കാര്യം എന്താ വെച്ചെങ്കിൽ അവർ സ്കൂളുകൾ ഓപ്പൺ ആക്കി. കാരണം അവർക്ക് വർക്കേഴ്സിന് വേണം, അവരുടെ അക്കൗണ്ട്സും കണക്കാര്യങ്ങളും ബാക്കിയുള്ള ഇതിനൊക്കെ അവർക്ക് പണിക്കാരെ വേണം, അല്ലെങ്കിൽ ക്ലർക്സിന് വേണം. അപ്പോൾ എന്തുണ്ടായി, സ്കൂളുകൾ എന്തുണ്ടാക്കി, കൂട്ടി. ഈ സ്കൂളുകൾ എന്തുണ്ടാക്കി പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി. അതായത് ഗുരുകുലത്തിൽ നിന്ന് മദ്രസകൾ വന്നു, മദ്രസ സ്കൂൾ വന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളെ നേതാക്കന്മാരെ വിചാരിച്ചു വൈറ്റ് പീപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്, അവരത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2025 ഞാൻ സിമ്പിളായിട്ട് ആലോചിക്കുകയാണ്. ഗൂഗിൾ ബ്രോക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു 20 വർഷം മുമ്പ് നമുക്കൊരു വേർഡ് കിട്ടുകയാണ്, ലിവറേജ്. ലിവറേജ് എന്നൊരു വേർഡ് കിട്ടുകയാണ്, നമുക്കതറിയില്ല. ജസ്റ്റ് ഒരു 20 വർഷം, ഒരു 15 വർഷം മുമ്പ്, 2010 അല്ലെങ്കിൽ അതിന് മുമ്പ്, ഗൂഗിളൊക്കെ എത്ര ആക്റ്റീവ് ആവുന്നതിന് മുമ്പത്തെ കാര്യം, 20 വർഷം മുമ്പ് തന്നെ എടുത്തോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ നാട്ടിലത്തെ വിദ്യാഭ്യാസമുള്ള ഒരാളത്ത് പോയി ചോദിക്കും എന്താണ് ഏട്ടാ ലിവറേജ്. മുപ്പരിക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യും, നിയറസ്റ്റ് ലൈബ്രറി പോയിട്ട് ഡിക്ഷണറിയിലോ നോക്കി തെരഞ്ഞ് കണ്ടുപിടിച്ച് മനസ്സിലാക്കും. നമ്മുടെ അടുത്ത ലൈബ്രറി അടുത്ത ലൈബ്രറി പോകും. ഇതാണ് പ്രോസസ്സ്. നോളജ് അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ ലിവറേജ് ചോദിച്ചാൽ ലിവറേജിൻ്റെ കഥ മൊത്തം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, നമുക്ക് എയും ബാക്കിയുള്ള സാധനങ്ങൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത മൊത്തം റിസോഴ്സസ് കൂടി ഒത്തിരി നോളജ് ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ആലോചിക്കുക, 2005 കോളേജും ഞാൻ 20 വർഷം എന്ന് പറഞ്ഞാൽ 2005 അല്ലേ, 2005 കോളേജുകളും സ്കൂളുകളും 2025 സ്കൂളുകളും കോളേജുകളും എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓപ്പൺ ഡിസ്കഷനാണ്. AC വന്നിട്ടുണ്ടാവും, ചെയർസ് കറങ്ങണ വന്നിട്ടുണ്ടാവും, ക്ലാസ്സിലൊരു TV വന്നിട്ടുണ്ടാവും. ഇതിൽ കൂടുതൽ എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓപ്പൺ ഡിസ്കഷൻ റെഡിയാണ്. അതായത് ഇപ്പോഴും പ്രീച്ചിങ് മെത്തേഡാണ് അവർ നടത്തുന്നത്, ഫീലിംഗ് അല്ലെങ്കിൽ അതിന്റെ ആ പ്രോസസിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള മെത്തേഡ്സ് അല്ല കൺവെൻഷനൽ ആയിട്ടുള്ള സ്കൂൾസോ കോളേജോ നടത്തുന്നത്. എക്സാക്ട്ലി. ഇതിലുള്ള സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു. മലേഷ്യ ഞാൻ കുറച്ച് കൺട്രീസിൽ പോയിട്ടുണ്ട്. മലേഷ്യ പോയപ്പോൾ ഞാൻ ഒരു സംഭവം നോട്ടീസ് ചെയ്തെന്ന് വെച്ചെങ്കിൽ കോറിലേഷൻ. 7ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എത്ര ക്ലാസ് നോർമല്ല, കോറിലേഷൻ എന്നുള്ള സാധനം പഠിപ്പിക്കുന്നത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസിൻ്റെ എന്തെങ്കിലും എന്താ പറയുക കണക്ഷൻ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണതാണ്. മഴയും ഐസ്ക്രീമിൻ്റെ സെയിൽ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ
അപ്പോൾ ഇതേപോലെ അവിടെ കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെയെന്നറിയോ, നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കോളേജിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കണം. ഞാൻ എല്ലാ ടീച്ചേഴ്സിനും അടിച്ച് ആക്ഷേപിക്കല്ല, അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സിലബസിൻ്റെ അതുകൊണ്ടൊക്കെ. ഒരിടയ്ക്കും ഇതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കും, ആ കുട്ടി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, എക്സ് വന്ന് എങ്ങനെ വൈ ഇങ്ങനെ. പക്ഷെ അവിടെ എങ്ങനെ പഠിപ്പിക്കണം അറിയോ, ഒരു മനുഷ്യൻ്റെ ഹൈറ്റും കൈൻ്റെ നീളം തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, ഒരു കുട്ടി മറ്റേ കുട്ടീൻ്റെ അളവെടുക്കുകയാണ്, ടാപ്പ് എടുത്തിട്ട് എക്സ് വൈ നീങ്ങാണ്ട് കൈ നീട്ടിച്ചിട്ട് അളവെടുക്കുകയാണ്. ഇത് തമ്മിൽ ഇത് തമ്മിൽ ഒരേ ഇതാണ് വരുന്നത്, ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആ കുട്ടി ചെയ്ത് പഠിക്കുക. ഇത് മലേഷ്യ എന്ന് പറഞ്ഞാൽ വലിയ ഡെവലപ്ഡ് അത്ര ടോപ്പ് കൺട്രി ഒന്നല്ല. അവിടെ സ്കൂളുകളിൽ ഈ സാധനം, നമ്മളെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഈ സാധനം ഇങ്ങനെ എന്താ പറയുക, ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ പല സമയത്ത് കിട്ടിയ നോളജുകളാട്ടോ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എഡ്യൂക്കേഷൻ എനിക്കൊരു മാറ്റം വരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വലിയ മാറ്റം 20 വർഷമായിട്ട് വന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എനിക്ക് 2-3 ഒരു ഓപ്ഷനിൽ വെച്ച് പ്രൊട്ടസ്റ്റ് നടത്തുക, കൊടി എടുത്തിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, നാട്ടുകാരെ മൊത്തം വിളിച്ചു പോയിട്ട് കാര്യം പറയാം. പക്ഷെ അതെനിക്ക് ലിമിറ്റഡ്, എന്നെ കൊണ്ട് പറ്റൂല. അപ്പം പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇപ്പം ഞാൻ ഒരാളോട് പറഞ്ഞ ഈ ഒന്ന് ചെയ്ത് കാണിക്കുക, എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെടുത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് ഞാൻ കഥ പറയുന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, ഒരു 100 ദിവസം എനിക്ക് സമയം തരും, ഞാൻ എന്ത് ചെയ്തുതരാം, എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് ചെയ്ത് കാണിച്ചു തരാം. ഗാന്ധിജിയുടെ പോളിസി നമ്മൾ സ്വീകരിച്ചു. അതെ, എന്താണെന്നുള്ള കാണിച്ചു തരാം. ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുത്തു, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. അതെ, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു 21 കുട്ടികളുണ്ട്, 20 കുട്ടികൾ 21 കുട്ടികളുണ്ട്. ഈ എഡെക്സ് ലൈഫ് സ്കൂളിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. ഓക്കെ, അതേ സർട്ടിഫിക്കറ്റ് നമുക്ക് NSD സ്റ്റേറ്റിന് അഫിലിയേഷൻ കിട്ടും. ഞാൻ സ്റ്റാർട്ടപ്പിൻ്റെ രജിസ്റ്റേർഡ് ആണ്. ഞാൻ കുട്ടിയോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വരണ്ട, ഇവിടെ എക്സാംസ് ഇല്ല, വരണ്ട, ഇവിടെ ഒരു കോഴ്സിൻ്റെ പേരില്ല, നിങ്ങൾ കോഴ്സ് അങ്ങനെ CMA CC അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, കോഡിങ് ഒന്നും നോക്കി വരണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ, ഒരു 100 ദിവസം എനിക്ക് തരാണ്ടോ വന്നിട്ട് തരണം. ഇന്ന് ഓൾമോസ്റ്റ് 65th ഡേ, 65ാമത്തെ ദിവസമാണെന്ന്. എൻ്റെ കുട്ടികളിപ്പോൾ ഇംഗ്ലീഷ് പബ്ലിക് സ്പീക്കിങ്ങിന് വരെ വില്ലിങ്ങാണ്, ക്ലാസ് എടുക്കൽ ഇംഗ്ലീഷിലാണ്. ഇവിടെ വന്ന മലയാളത്തിൽ പേരൊന്നും ശരിക്കും ഇൻട്രൊഡക്ഷൻ മടിച്ചെന്ന കുട്ടികൾ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, പുറത്ത് പോയിട്ട് ഡീൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേക്കാൾ നല്ലത്, നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് എഡെക്സ് ലൈഫ് സ്കൂൾ, അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഡോക്യുമെന്റ് ഇടാം. എല്ലാ ദിവസം ഓരോ ദിവസം നമ്മുടെ ജേർണി മൊത്തം ഡോക്യുമെന്റ് കാണാൻ പറ്റും. അത് 1-ാം ദിവസമുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഇത് നാടകമല്ല, ജീവിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരിപ്പോൾ ഒരു പേഴ്സണൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണോ, ഇപ്പോൾ ഗൂഗിൾ ബ്രോക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യണം, 10 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട് അവർ AI ടൂൾസ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് ക്രിയേറ്റ് തരും. അതൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല് ചെയ്യണോ, റെഡിയാണ്, മാർക്കറ്റിൽ ഇറങ്ങും. അവർക്ക് എന്തെങ്കിലും ബാക്കിയുള്ള ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ത്, ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കണത് എല്ലാത്തിനും പറ്റുന്ന. അപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെയെന്നൊരു ചിന്ത ഉണ്ടാവും ആൾക്കാർക്ക്. ഇത് എങ്ങനെയായിരുന്നു മാജിക്കും മിറാക്കിളും അല്ലെങ്കിൽ ഗുളിക കൊടുക്കണോ? ഒന്നല്ല. നമ്മളെ കാരണന്മാർ പറഞ്ഞൊരു സംഭവമുണ്ട്, നിത്യാഭ്യാസി ആനയെ പൊക്കുന്നത്. ഞാൻ ഈ 100 ദിവസം ബ്രേക്കില്ല, ഞാൻ ഈ 100 ദിവസം കൊണ്ട് അവരെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വർക്കൗട്ട് കമ്പൾസറി. നമ്മൾ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുകളിൽ ഒരു 6000 സ്ക്വയർ ഫീറ്റിൻ്റെ ജിമ്മാണ്, മൾട്ടി ജിമ്മാണ്. കുട്ടികൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പ്രയറിന് പോകണം. അതായത് ഫിസിക്കലി ഫിറ്റാൻ വേണ്ടി ജിമ്മിൽ വേണം, സ്പിരിച്വലി ഫിറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രയർ ചെയ്യണം, മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഒരുത്തം പറയണ ഞാൻ ഏത്തിസ്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല, ഓ യോഗ മെഡിറ്റേഷൻ ചെയ്യണം. ബോഡിക്കുള്ളതായി മൈൻഡിനുള്ളതായി. പിന്നെ ഉള്ളത് ഇന്റലക്ച്വൽ നോളജ് കിട്ടാനാണ്. ഡെയിലി അവരെന്ത് ചെയ്യുന്നുണ്ട്, പോഡ്കാസ്റ്റുകളും പുസ്തകം, ഇവിടെ ലൈബ്രറി, ഇവിടെ പുസ്തകങ്ങളാണ് കുട്ടികൾ ഡെയിലി. അതൊക്കെ ഞങ്ങൾ മാർക്ക് ഉണ്ട് കേട്ടോ. ഹലോ, ഇത് വെറുതെ പറയല്ലോ, ഒരു ഡയറി ഉണ്ട് അവർക്ക്. ഇതൊക്കെ ഡോക്യുമെന്റഡ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റേ സ്കൂളിംഗ് സിസ്റ്റത്തില് മറ്റേ എക്സാം പാസ് ആകുമ്പോൾ ക്രെഡിറ്റ് സ്കോർ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ പ്രാക്ടിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അത് നോട്ട് ചെയ്തിട്ട് അത് കൂടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ കൊടുക്കുക. അതെ, നമുക്ക് നമ്മൾ ആ ഡിസിപ്ലിൻ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാ. അപ്പൊ ആ മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ അവനൊരു കാര്യം ചെയ്ത് നോക്കുമ്പോൾ, അയ്യോ ഞാൻ അത് ചെയ്തിട്ടില്ല, എൻ്റെ കൂടെയുള്ളവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കുള്ള ഒരു കാര്യങ്ങൾ, പിന്നെ എന്താ ആ രീതിക്കുള്ള ഒരു മോഡലാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പ്ലസ് ഇതിലുള്ളൊരു 14 സ്കിൽസ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഏറെയാണ്. ഡെവിൻ ഇറങ്ങാണ്ട് സോഫ്റ്റ്വെയർ വന്നു, മറ്റേ സുനന്ദം കണ്ട് ആർട്ടിസ്റ്റിന്റെ പണികളാണ് ഓരോ എമർജന്റ് ഇറങ്ങാണ്ട് ആപ്പ് ബിൽഡ് ചെയ്യാൻ, എല്ലാത്തിനും AI വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇപ്പോൾ മെറ്റന്റെ ആഡിന്റെ സാധനം മാറുന്നു, ഇൻസ്റ്റാഗ്രാം അൽഗോരിതങ്ങൾ മാറുന്നു, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലോകം തന്നെ ഒരു ചേഞ്ചിങ് ഫേസിലാണ്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ കൊടുത്തത് AIക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്കിൽസ് മാത്രം ഞാൻ പഠിപ്പിച്ചു. അതിൻ്റെ കൂടെ ഡിജിറ്റൽ ലിറ്ററസി AIന് പഠിപ്പിച്ചു കൊടുത്തു. AI കമ്മ്യൂണിക്കേഷൻ, AIക്ക് ഒരു മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇമോഷണൽ ഇന്റലിജൻസ്,
ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ്, ലീഡർഷിപ്പ്, പെർസ്വേഷൻ, നെഗോഷിയേറ്റിംഗ്, റെസിലിയൻസ്. ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ട, ഒരു മനുഷ്യൻ, അതായത് ഞാൻ പറഞ്ഞത് മെഷീൻ അല്ല, ഒരു മനുഷ്യന് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ട 14 സ്കിൽസ്. അപ്പൊ നിങ്ങൾക്കൊന്നും ഇത് എവിടുന്ന 14 സ്കിൽ എന്നുള്ളത് ഞാൻ കണ്ടെത്തിയല്ല. ഈ ഫോബ്സും ലിങ്ക്ഡിനൊക്കെ നെക്സ്റ്റ് 10 ഇയേഴ്സിന് വേണ്ട സ്കിൽസ് അനൗൺസ് ചെയ്യും. ഞാൻ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ സ്കിൽസ് ഡെയിലി ഇവർ ചെയ്തിട്ട് ഇവർ 100% ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി 4ഓളം ബിസിനസ്സുകൾ ഇവർ ലോഞ്ച് ചെയ്തു. പ്രോഫിറ്റ് MVP അവർ സെയിൽ തുടങ്ങി. ബാക്കിയുള്ള ആളുകൾക്ക് ഓട്ടോമേറ്റ് പ്ലേസ്മെന്റിന്റെ കേസാണ്, ജോലി വേണമെന്നുള്ളവർക്ക് കമ്പനികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അത് വലിയ കമ്പനികളല്ല, നമ്മൾ അറിയുന്ന ആൾക്ക് എനിക്ക് ഇവനെ വേണ്ടിട്ടോ എനിക്ക് ഇന്ന ആളാണിട്ടോ എന്ന് പറഞ്ഞാൽ പേഴ്സണലി വിളിക്കാൻ തുടങ്ങി. കുട്ടികൾ ഹൈ കോൺഫിഡൻറ്റിലാണ്, അവർക്ക് എവിടെ കിട്ടിയാലും പ്രശ്നമല്ല, എന്ത് ചെയ്യാനും റെഡിയാണ്. അതായത് സിമ്പിളായിട്ട് ഇതൊക്കെ ഒന്ന് ഞാൻ കൂടുതൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയുന്നതാണ്. 100 ദിവസം 12 മണിക്കൂർ പണിയെടുത്തൊരുത്തന്, അതെ 100 ദിവസം 12 മണിക്കൂർ പണിയെടുത്തിട്ടാണ് മാർക്കറ്റ് കറങ്ങുന്നത്. ഇത് രാവിലെ 9 മണിക്ക് 5 മണിക്ക് ക്ലോക്കൊക്കെ ഇരിക്കില്ല. ഇത്ര നേരം പണിയെടുത്ത് ഇറങ്ങുന്നവന് ഒരു കമ്പനി വന്നു കഴിഞ്ഞാലും ആ രീതിക്കുള്ള വർക്ക് ചെയ്യൂല. അതാണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ ഏത് സ്ഥലത്ത് നമ്മൾ കൊണ്ടിട്ടാലും ഇവര് ആര് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻവറോൺമെന്റിൽ ഇവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാ വീക്കിലും എക്സ്പെർട്സ് വരുന്നുണ്ട്. എല്ലാ വീക്കിലും ഇപ്പൊ ഇന്നലെ SRKP വരുന്നു, ഇന്നിപ്പോ കണ്ണൂരത്ത് സുഹൈൽ ടീം വരുന്നു. ഇപ്പൊ വേറൊരു ഡെയിലി ഇവിടെ ഇവർ മീറ്റ് ചെയ്യുന്നത് ഫുള്ള് സക്സസ്ഫുൾ അല്ലെങ്കിൽ ആ ഒരു സാധനം കിട്ടിയ ആൾക്കാരാ. അത് ഇവര് കേട്ടിരിക്കല്ല, ഇവരവരെ ക്വസ്റ്റ്യൻ ചെയ്യാ. സാധാരണ അങ്ങനെ അല്ല. ഇപ്പോൾ ഒരു എക്സ്പെർട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കേട്ടിരിക്കല്ല. അത് നമ്മളെ വീഡിയോസ് നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇവർ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ റെഡിയായി, അതെങ്ങനെ റെഡിയായി, ഇതെങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത്. ഈ സാധനമാണ് അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പൊ ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ അവരോട് പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഈ ലോകത്തുള്ള ഈ കച്ചവടമല്ലേ സൊല്യൂഷൻ ഉണ്ട്, സ്റ്റാഫിനെ കിട്ടാനല്ലേ സൊല്യൂഷൻ ഉണ്ട്, ഫിനാൻസിന്റെ പ്രശ്നമാണോ സൊല്യൂഷൻ ഉണ്ട്, ജോലി കിട്ടാത്തതാണോ സൊല്യൂഷൻ ഉണ്ട്, തടി കൂടിയതാണോ സൊല്യൂഷൻ ഉണ്ട്, കഷണ്ടിക്കാണോ സൊല്യൂഷൻ, അങ്ങനെ എല്ലാ പ്രശ്നവും. പക്ഷെ ചില സൊല്യൂഷൻ നമുക്ക് അറിയാത്തതാണ്. ഫോർ എക്സാമ്പിൾ ഒരുപാട് മന്ത്രിമാർ USA പോയിട്ട് ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് അറിയുന്നവരും അതിന് ക്യാപ്പബിൾ ആയവരോട് പോയി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഫാറ്റ് കുറക്കാനുള്ള സംഭവങ്ങളുണ്ട്, നമുക്ക് ചിലപ്പോൾ അറിയാത്തോണ്ടാക്കാരം. അതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളതല്ല. നമ്മൾ കാണുന്ന മനുഷ്യന്മാർക്കുള്ള പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്തുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നമ്മളെ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഓൾറെഡി കണ്ടെത്തിയ ആളുകൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതായത് ഓൾറെഡി ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഓൾറെഡി ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനുള്ള ബ്ലൂ പ്രിന്റ് ആരുടെ കയ്യിലാണോ അവരെ നമ്മൾ കണക്ട് ചെയ്ത് മെന്റർ ആക്കുക, അവരോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ വന്നത് ഇതാ പെപ്സിക്കോന്റെ ഫിനാൻസ് മാനേജർ വന്ന് ക്ലാസ് എടുത്തു പോയി. പെപ്സിക്കോന് അത് ഹൈദരാബാദ് അസെഞ്ചറിലെ ഉള്ള ആള് എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാ. അപ്പോൾ ഒരു പെപ്സിക്കോ എന്ന് പറഞ്ഞ ഒരു MNC കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആയ ഒരാൾക്ക് ക്രാക്ക് ചെയ്ത വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈസി അല്ലേ? പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ആഗ്രഹിച്ചിട്ടാവും അവര്. എക്സാക്ട്ലി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇവർ എന്ത് കണ്ടിട്ടാ വന്ന്, ഞാനൊരു ചോദ്യം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ബാക്കിയുള്ള ഇവർ എന്ത് കണ്ടിട്ടാ വന്ന്. ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ ചെർപ്പളശ്ശേരി പറഞ്ഞ കോഴിക്കോടോ കൊച്ചിയൊന്നല്ല, ഒരു കുഗ്രാമം എന്നല്ല, ഒരു ടയർ 5 ടയർ 1 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ടയർ 2 അല്ല 3, 5 അത്ര നമുക്ക്. ഞാൻ വേറെ രസം പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഒരു SSFന്റെ ഒരു പരിപാടിക്ക് ജില്ലാ പരിപാടിക്ക് വരുന്നത്. അപ്പൊ ഞാൻ നോക്കി ഇവരൊരു കോർണറിൽ മണ്ണാർക്കാട് ഭാഗത്ത് കൊണ്ടിട്ട് വെച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് എന്ന് പറയാൻ ഉള്ളിലോട്ടോ, പെരുന്നവണ്ണ അതിൻ്റെ ഇടയിൽ. അവർക്ക് പാലക്കാടിന്റെ ജില്ലയിലെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊന്നുകൂടി ഈസി ആയിട്ട് വരില്ലേ. ഞാൻ എന്നിട്ട് പാലക്കാടിന്റെ മാപ്പ് നോക്കിയപ്പോൾ ചെർപ്പശ്ശേരി പാലക്കാടിന്റെ മാപ്പിലില്ല. ശരിക്കും പാലക്കാടിന്റെ മാപ്പിൽ കാണാല. ഞാൻ ആകെ ഷോക്കായി. കാരണം കോങ്ങാട് കാണുന്നുണ്ട്, ചെർപ്പശ്ശേരി കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ തുടങ്ങിയിട്ട് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, എന്താ പറയാ, കൊല്ലം, ഇടുക്കി, എറണാകുളം, അത് 9 ജില്ലയിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചെർപ്പശ്ശേരി വന്ന് നിൽക്കുന്നുണ്ട്. അതെ, പാലക്കാട് വന്നിട്ട് ഒരു സാറ്റർഡേ പോവാം. ഇന്നലെ ഫുൾ ആക്ടിവിറ്റി ആണല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കണത് ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ലൈഫിൽ വിജയിക്കും. കാരണം അവര് എല്ലാത്തിനും റിസ്ക് എടുത്തിട്ട് വന്ന ആളുകളാണ്. ഇപ്പൊ എന്റെ കസിൻ എന്റെ കോഴ്സിന് കൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ടല്ല. എന്റെ ഫ്രണ്ട് ഇവിടെ എല്ലാവരും ആരും അങ്ങോട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ആ മൈൻഡ് സെറ്റ് എടുത്ത് വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് പറഞ്ഞാൽ നിത്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ഞാൻ അവരെ കൂടെ നടന്ന് അവരെ കൊണ്ട് പണി എടുപ്പിച്ചു. അങ്ങനെ തന്നെ പണി എടുപ്പിച്ചപ്പോ എന്തുണ്ടായി, അടിപൊളി. ഇതാണ് ഇപ്പൊ നമുക്ക് ഇതുവരെയുള്ള റിസൾട്ട്. ഞാൻ വിചാരിച്ചാലും സത്യം പറയുകയാണെങ്കിൽ
നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുട്ടികളെ ഇന്ററാക്ട് മനസ്സിലാവും. ഞാൻ വിചാരിച്ചാലും പേസിലാണ് കുട്ടികളുടെ ഗ്രോത്ത് പോകുന്നത്. നമ്മൾ വിചാരിച്ചാൽ കൂടുതൽ റിസൾട്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എംപ്ലോയേഴ്സിന്റെ ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കോളേജിൽ നിന്ന് ഒരാളെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് മറ്റേ ക്യാമ്പസ് ഡ്രൈവിനൊക്കെ പോയിട്ട് വന്ന് ഹയർ ചെയ്യുമ്പോൾ അവരവിടെ നിന്ന് തിയറി മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. കമ്പനിക്ക് ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരീഡ് അവർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബേസിക്സ് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക് 3 months ആണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് അല്ലെങ്കിൽ 1 month ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരെ ചിലപ്പോൾ ഇവര് അതൊരു 10 daysനുള്ളിൽ പിക്കപ്പ് ചെയ്യും. റിയൽ വേൾഡ് എക്സാമ്പിൾസ് കൂടെയാണ് അവർ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇത് കൂടെ ഉണ്ടാവും. ഇതില് ഞാൻ പറഞ്ഞുതരാം, ഇവിടുത്തെ ഞാൻ ഈ സാധനം പറഞ്ഞേ എല്ലാത്തിനും എനിക്ക് അവരുടെ എക്സ്ക്യൂസ് വേണ്ട. എനിക്ക് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ആദ്യം പ്രൂവ് ചെയ്ത് കൊടുത്തു. ഞാൻ എന്താ വെച്ചെങ്കിൽ ക്ലാസ്സിൽ എല്ലാവരും ഇരുത്തി ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഓല് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ അവിടെ തന്നെ വന്നു. അപ്പൊ ഇതൊന്നും പ്രശ്നമല്ല, ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ പണിയെടുക്കാത്ത പ്രശ്നമാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കണം, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒന്നാം CBCT പഠിക്ക്, രണ്ടാമത് വവൽസ് പഠിക്ക്, വൈസ് പഠിക്ക്, വാസ് പഠിക്ക്, അങ്ങനെ മറ്റേ സബ്ജക്റ്റ് വേറെ ഒബ്ജക്റ്റ് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് പോവാം. പിന്നെ അത് ഡെയിലി കണ്ണാടിയൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ അതിനോട് സംസാരിക്കുക. ഇത് സൊല്യൂഷൻ ഉണ്ട്, ചെയ്യുന്നത് റെഡി ആവും. അപ്പൊ ഒരിക്കലും ഇവിടെ എക്സ്ക്യൂസ് ഇല്ല. ഇപ്പൊ സെയിൽ ചെയ്യാൻ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത് മാർക്കറ്റിൽ വിട്ടാൽ സെയിൽ അതുകൊണ്ട് വരാൻ പറ്റില്ല. സെയിൽ ചെയ്യണം, അപ്പോൾ ചെയ്യും. അത് നമ്മുടെ കുട്ടികൾ ഇല്ല, വേറെ ഓപ്ഷൻ അല്ലല്ലോ. അല്ലെങ്കിൽ മറ്റേ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഗ്രേ എന്നുള്ള ഉത്തരമല്ല അവിടെ. നമുക്ക് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് വേണം അല്ലെങ്കിൽ വൈറ്റ് വേണം. അതാണ് ഇതിലൊരു പോളിസി. അപ്പൊ അത് പിന്നെ ഇതിൽ വേറെ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന സംഭവമുണ്ട്. നമ്മളൊരു 5 പേരുടെ ആവറേജ് ആണ് 6ാമത്തെ ഒരാളെന്ന് അറിയില്ലേ. ഇപ്പൊ ഈ കൂട്ടത്തില് 20 പേര് പണിയെടുക്കുമ്പോ 21 ഒരിക്കലും മാറിക്കാൻ പറ്റില്ല. ഓന് കാണുമ്പോ ഇത് മൊത്തം അയ്യോ പെട്ടല്ലോ, എല്ലാരും പോയി സെയിൽ ചെയ്യണു, എല്ലാരും മാർക്കറ്റ് ചെയ്യണു, എല്ലാരും പേഴ്സണൽ ബ്രാൻഡ് ചെയ്യണു, എല്ലാരും പബ്ലിക് സ്പീക്കർ നടത്തുന്നു. അപ്പൊ ഞാനിങ്ങനെ നടത്താതിരിക്കുക. അതായത് നമ്മള് ഏത് 5 പേരോടാണ് ടോട്ടലി മറ്റേ കോൺടാക്റ്റിൽ ഇരിക്കണത് അവരുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മള്. ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ആക്ടിവിറ്റീസ് ഒപ്പാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ സെയിൽസിന്റെ ഫീൽഡിലായി കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചിരുന്ന ഫീൽഡിലായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ കാണുക, ചിലപ്പോ പണിയെടുക്കാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ടാവും. അയാൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഫിനാൻസിന്റെ കാര്യത്തിൽ വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഹയറിങ് വേറെ ആൾക്കാരെ ടീം ബിൽഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് പെടുമ്പോൾ നമുക്ക് എന്താ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിടത്തോളം എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ഡേ ആക്ടിവിറ്റീസ് കൂടെയാണ് നിങ്ങൾ ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ക്രോസ് സ്കിൽ ട്രെയിനിങ് കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നടത്താൻ പറ്റും. ഇപ്പൊ എനിക്ക് ആ കേപ്പബിലിറ്റി ഇല്ല, പക്ഷെ അപ്പുറത്ത് ഒരാൾ പെർഫോം ചെയ്യുന്നുണ്ട്. വർക്കിംഗ് സ്പേസിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കോമ്പറ്റീഷന്റെ പേരിൽ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യില്ല. ഒരു മറ്റേ ജോബിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം. അതെ. പക്ഷെ നമ്മൾ ഈ ഒരു സ്കൂൾ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ജോബിന് പോണതിന്റെ മുമ്പേ നമ്മൾ ഈ ഒരു കോഴ്സിൽ കൂടെ അല്ലെങ്കിൽ എഡെക്സ് ലൈഫ് സ്കൂളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള കോമ്പറ്റീഷൻ ഉള്ളൂ, ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, വേറൊരുത്തൻ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ കണക്ട് ആയിട്ട് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കമ്മ്യൂണിക്കേഷൻ ഡൗൺ ആയിട്ടുള്ള ആള് കമ്മ്യൂണിക്കേഷൻ ഇയാളെ ട്രെയിൻ ചെയ്യുക, ടീം ബിൽഡിംഗ് ചെയ്യാൻ പറ്റാത്ത ആള് ഇയാൾക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട് അങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം തയ്യാറാവണത് എല്ലാത്തിലും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കില്ലും ബിൽഡ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഒരു മറ്റേ പ്രൊഡക്ടിവിറ്റി കൂടുതലും കൊടുക്കാൻ പറ്റുന്ന, സൊസൈറ്റിക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലും കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് അവിടെ തയ്യാറായിരിക്കുന്നത്. ഇതിന് ഇപ്പൊ ഈ ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഗൂഗിൾ പറഞ്ഞത്. എന്താ വെച്ചെങ്കിൽ കുട്ടികളുടെ കോമ്പറ്റീഷൻ വന്ന ഡെഡാണ്. അതായത് ഒരു ഇവർക്ക് വേണ്ടത് ഇനി കോമ്പറ്റീഷൻ കൊളാബറേഷനാ. ഇനിയുള്ള കാലത്ത് കോമ്പറ്റീഷൻ കൊണ്ട് വലിയൊരു സംഭവമില്ല. ആർക്കൊക്കെ കൊളാബറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും അവർക്കാണ്. ഞാൻ ഇവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ എഡെക്സിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഇല്ല, നിങ്ങളുള്ളത് എന്താ വെച്ചെങ്കിൽ കൊളാബറേഷനാണ്. പ്ലസ് അതിന് വേണ്ടിയിട്ടൊരു കാര്യം ഞാൻ ആഡ് ചെയ്ത് എന്താ വെച്ചെങ്കിൽ ഇതിൽ ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചിലപ്പോൾ 10 ഉണ്ടാവുള്ളൂ, 10 മാർക്ക് ഉണ്ടാവുള്ളൂ, അപ്പോൾ അതെങ്കിൽ 10% ഉള്ളൂ. ഗൂഗിൾ ബ്രോക്ക് ഒരു 100 ഉണ്ടെങ്കിൽ ഗൂഗിൾ ബ്രോ എത്താൻ പോണത് 200ലേക്കും ഞാനെത്തുമ്പോൾ 110ലേക്കാണ്. അത് എൻ്റെ 100% കൂട്ടുന്നുള്ളൂ. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 110ഉം 200ലേക്കാ. അവിടെ അവ നന്നായിട്ട് ഇപ്പൊ എന്തായാലും ഈ കൂട്ടത്തിൽ നന്നായിട്ട് ഇംഗ്ലീഷ് കുറച്ച് സംസാരിച്ചു വരുന്ന ഒരു ബേസിക് ഫസ്റ്റ് ഉണ്ടാവും. അപ്പൊ അവരും ഒന്നും തമ്മിൽ മത്സരമല്ല. ഇവന്റെ ഡ്യൂട്ടി എന്ന് വെച്ചെങ്കിൽ ഇവനോട് അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ള സാധനമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ചെയ്യുന്ന കുട്ടിയുണ്ട്, മലയാള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ലിറ്ററേച്ചർ ചെയ്യുന്ന കുട്ടിയുണ്ട്. അങ്ങനെ പല ഫീൽഡിലുള്ള ആളുകളാണ്. PG ചെയ്യുന്ന കുട്ടികളും ഡിഗ്രി ചെയ്യുന്ന കുട്ടികളൊക്കെയാണ്, സപ്ലുള്ള കുട്ടികളുണ്ട്, BCA ചെയ്യുന്ന കുട്ടിയുണ്ട്, BBA ചെയ്യുന്ന കുട്ടിയുണ്ട്, പല കുട്ടികളാണ്.
അപ്പോൾ ഇവരുടെ ഇടയിലുള്ള വെച്ചെങ്കിൽ ഇവരെ എന്തിനാ കോമ്പീറ്റ് ചെയ്യുന്നത്? കാരണം അവരൊക്കെ ഇനിയിപ്പം പറഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്കം ഉണ്ടല്ലോ. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ ഔട്ട്കം. ഇപ്പം 100% ഓക്കെ ഞാൻ വരാം, എന്താണ് ഔട്ട്കം? ഞാൻ 2 ഔട്ട്കമാണ് കൊടുക്കുന്നത്. ഒന്ന് ഓൺട്രപ്രണറായിട്ട് എന്ത് ചെയ്യാം അവർക്ക് മാറാൻ ലൈഫിൽ, അല്ലെങ്കിൽ ഇൻട്രാപ്രണറാണ്. ഞാൻ ഒരിക്കലും ഒരു എംപ്ലോയി എന്ന് പറയില്ല, ഇൻട്രാപ്രണർ. ഇപ്പൊ സുന്ദർ പീച്ച് ഒരു ഇൻട്രാപ്രണറാ. ഗൂഗിളിന്റെ മൊത്തം തലവേദന എന്ത് ചെയ്യണം, അത് എടുക്കണം. പക്ഷെ ആൾ അവിടുത്തെ എംപ്ലോയിയാ, ഇൻട്രാപ്രണറാ. ഇൻട്രാപ്രണർ എന്നുള്ള വേർഡ് ചിലർക്ക് അറിയണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ബിസിനസ്സിലെ ഓണർ ആവില്ല, പക്ഷെ ഓണർ പോലെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾ, റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾ. ഇൻവെസ്റ്റ്മെന്റ് മേ ബി പുറത്തെ ആൾക്കാരൊക്കെ. അപ്പൊ ആ രീതിക്കുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ അവരോട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ എന്തായാലും ഓൺട്രപ്രണർ ആവുന്ന പറയാൻ, കാരണം അവർക്ക് ഫിനാൻഷ്യലി എടുക്കാനുള്ള റിസ്ക് ഇല്ല, മൈൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, ചില ഫിനാൻഷ്യൽ സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബിസിനസ് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോളിയും. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുത്തും പറയാണ്, ഒരു എക്സാമ്പിൾ, എഡെക്സിലെ എല്ലാ കാര്യം ഞാൻ നോക്കി നടത്താം. നിങ്ങൾക്ക് ഒരു തലവേദന വരില്ല, ഒരു 1 മന്ത് എനിക്ക് ഫ്രീ ആയിട്ട് സമയം തരും, നിങ്ങൾക്ക് സാലറി വേണ്ട, ഞാൻ ഒരു 1 മന്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള മാർക്കറ്റിങ്ങും ഓപ്പറേഷനും ഒക്കെ സ്മൂത്ത് ആക്കിയിട്ട് SOP ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ബാക്കി ഡിപ്പാർട്ട്മെന്റേഷനൊക്കെ ചെയ്തിട്ടെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ട്രാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നോ എന്ന് പറയോ? ഇല്ല. ഇപ്പൊ ഏത് ബിസിനസ് കച്ചവടക്കാരൻ പറയുമ്പോൾ ഒരു മാസമല്ലേ, ട്രയൽ അല്ലേ, അടിച്ചു നോക്കാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ്, കോസ്റ്റും വരുന്നില്ല, ഫ്രീ ആയിട്ടാണ് എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ആൾക്ക് ഇനി ഇപ്പം ആൾക്ക് വിചാരിച്ച ഔട്ട്കം കൊടുത്തില്ലെങ്കിൽ ആൾക്ക് കുറച്ച് ലേണിംഗ്സ് കിട്ടിയിട്ടാണ്. നമ്മളെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കൊടുക്കാതിരിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മളെ കോൺഫിഡൻഷ്യൽ ആയിട്ട് എടുത്തിട്ട് അയാൾ ബ്രീച്ച് ചെയ്യുമെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം നമുക്ക് വരുന്നില്ല. അപ്പൊ ഈ രീതിക്കുള്ള സാധനം കൊടുക്കുകയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഒരു മൈൻഡ് സെറ്റാണ് ഒരു കച്ചവടക്കാരന് വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നല്ല കഴിവും നല്ല സ്കില്ലും നല്ല ടാലന്റുള്ള ആൾക്കാർ 9 to 5 അല്ലെങ്കിൽ 9 to 5 മോശം എന്നല്ല പറഞ്ഞത്, സാധാ ജോലിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് ധൈര്യത്തിന്റെ പുറത്ത് മാത്രം നല്ല ഓൺട്രപ്രണർ ആൾക്കാർ എനിക്കറിയാം. അതായത് നമ്മളൊരു പഠിക്കണ സമയത്ത് അത്ര അടിപൊളി എന്നല്ല, ഇങ്ങനെ പക്ഷെ ഓന് ഭയങ്കരമായിട്ട് കച്ചവടം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ധൈര്യം ഒരു കൂടുതലാണ്. യെസ്, എക്സാക്ട്ലി. ഇപ്പൊ ഡോക്ടർ ഗംഗാധരൻ സാറ് ലക്ഷോറിന്റെ ആളിനെ പറയുന്നത് കോളേജിൽ 2 തരം പിള്ളേരുണ്ടാവും. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഒന്ന് കോളേജിൽ പഠിക്കാൻ വരുന്ന പിള്ളേരും, 2 കോളേജിൽ ജീവിക്കുന്ന പിള്ളേരും. കോളേജിൽ പഠിക്കാൻ വരുന്നുണ്ടാവും, റാങ്ക് ഒക്കെ വാങ്ങിപ്പോ, പക്ഷെ കോളേജ് ജീവിക്കുന്നുള്ളവരെ ലൈവിൽ രക്ഷപ്പെടുന്നവരാണ്. ആ കോളേജിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. കോളേജിൽ ആർട്സ് ഉണ്ടെങ്കിൽ സ്റ്റേജ് മേക്ക് ഒരു ഡാൻസ് കളിക്കും, സ്പോർട്സ് ഉണ്ടെങ്കിൽ ബൂട്ടെടുത്ത് കളിക്കാറില്ലെങ്കിൽ ഗ്രൗണ്ടിൽ കറങ്ങും, ഇലക്ഷൻ വന്നാൽ നടക്കും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ കോളേജിൽ ഭയങ്കര ഇത് പഠിക്കാത്ര ടോപ്പൊന്നും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും. കോളേജിൽ ജീവിച്ചു വൈകുന്നേരം സമയമുണ്ട്, ക്ലാസ് വിട്ടിട്ട് കോളേജിൽ ഇരിക്കുന്ന സമയം, അത് മാറണ സമയം. ഡിഗ്രി ഇപ്പൊ നമ്മൾ 2 പേരും സിമിലർ കാറ്റഗറി ഓഫ് കോളേജാണ്. DC ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനത്തെ ഒരു വേറെ കോളേജ് ഇല്ലാന്ന് തന്നെ പറയാം. MBA സിമിലർ ആണ്. അതായത് നമുക്ക് ആ കിട്ടുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അവിടുന്ന് കിട്ടുന്ന എക്സ്പ്ലോഷർ. അപ്പൊ ഈ രീതിക്ക് വളർന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മളെല്ലാത്തിനും ഓക്കെയാണ്. ആ കൾച്ചർ നമുക്ക് കിട്ടിയോണ്ട്, അതായത് ആ തിയറി ക്ലാസ് പഠിച്ച് ഇപ്പൊ ചിലപ്പോൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ആ തിയറിറ്റിക്കൽ നോളജ് നമ്മുടെ ഉണ്ട്. അത് നമ്മള് മറ്റേ കുറെ കാര്യങ്ങൾ പഠിച്ചു, അതോടെ എക്സാം പോയിട്ട് എഴുതി. അതിലൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ തിയറിറ്റിക്കൽ നോളജ് എന്നുള്ളതുണ്ടല്ലോ. ഞാൻ 5 years ടീച്ചറായിരുന്നു. ഇപ്പൊ നമ്മളെ കുട്ടികൾ അണ്ടർ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും ആവാനുള്ള ഒരു മെയിൻ റീസണ് റിക്രൂട്ടേഴ്സും ഓണേഴ്സും സ്മാർട്ട് ആയതുകൊണ്ടാണ്. റിക്രൂട്ടേഴ്സും ഓണേഴ്സും സ്മാർട്ട് ആയത് എങ്ങനെയാണെന്ന് അറിയോ? അവർക്ക് മനസ്സിലായി ഒരു കോളേജിലൊരു കുട്ടി 6 മാസത്തിൽ കോളേജിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കുന്നു. ഓക്കെ, അവന് എക്സാമിൻ്റെ 1 മാസം മുമ്പ് ഇരുന്നിട്ട് എന്ത് ചെയ്യും? പഠിക്കും. എക്സാം കഴിഞ്ഞ 1 ആഴ്ച കഴിഞ്ഞത് മറക്കും. പക്ഷെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ആയിട്ടുണ്ടാവും, കാരണം ആ സെമ്മ് പാസ്സായാലോ. ഈ ഇങ്ങനെ 4 സെമ്മ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്ന കുട്ടിക്ക് ആ പഠിച്ചാലും മറന്നിട്ടുണ്ടാവും. ഇത് കാണാപ്പാടം പഠിച്ചോണ്ടോ, അല്ലെങ്കിൽ ആ എന്താ പറയാ തിയററ്റിക്കലി പഠിച്ചോണ്ടാണ്, പ്രാക്ടിക്കലി പഠിക്കാത്തോണ്ടാണ്, എക്സാമിന് വേണ്ടി പഠിച്ചോണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ, ഇപ്പൊ ഒരുപാട് ഓൺട്രപ്രണേഴ്സിന് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അവർക്ക് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇട്ട് മടിച്ചിട്ടും പേടിച്ച് ആ ഡിസ്കംഫർട്ട് അവർ ബ്രേക്ക് ചെയ്യുക. അങ്ങനെയാണ് സ്കില്ല്. ഇപ്പൊ ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചില ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു എക്സാം വരാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു പരിപാടി നടത്തുക, ഒന്നും വേണ്ട, ഒരു ടീച്ചറുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വിചാരിച്ചോ. ഈ ബർത്ത്ഡേ സെലിബ്രേഷന് ഒരു കേക്ക് മേടിച്ച് ഓർഗനൈസ് ചെയ്യാം. എടാ നമുക്ക് കേക്ക് മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും കേക്ക് ഇനീഷ്യൽ സമയത്ത് ഒരു ലീഡർഷിപ്പ് സ്കിൽ അവിടെ വരുന്നത്. ആ കേക്ക് മേടിക്കാൻ വേണ്ടി എല്ലാവരും ആ ടീച്ചറുടെ ബർത്ത്ഡേ ആയിട്ട് ഓരോ 10 രൂപ അങ്ങനെ കണക്ട് ചെയ്ത് എല്ലാവരും കൂടെ കൂടി മുൻകൈ എടുക്കണ ആള്. അതെ, അത് ഫസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് മടിയാക്കാറ്, എങ്ങനെ ആൾക്കാരോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ബ്രേക്ക് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാച്ചെങ്കിൽ ഒരാളോട് പോയിട്ട് ചോദിക്കുക. ഇപ്പോൾ വേറൊരു IADC ക്ലബ്ബോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യല്ലേ.
ഇതൊക്കെ ഡിസ്കംഫർട്ട് കൂടുതൽ നെറ്റ്വർക്കിംഗിൽ ഏർപ്പെടുക, ആൾക്കാരായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുക. ഇപ്പൊ ഇതില് ഇപ്പൊ ഈ കംഫർട്ട് സോണിന്റെ കാര്യം പറഞ്ഞില്ലേ, കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ മറ്റേ യൂണിക്കോൺസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂണിക്കോൺസ് വളർന്നുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ 80% മറ്റേ കമ്പനീസ് ആയിട്ട് അവർക്ക് ബ്രേക്കിംഗ് പോയിന്റിലോട്ട് എത്താൻ പറ്റുന്നില്ല. കാരണം അവര് ആ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ അവർ ക്വിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു, പോയിട്ട് നമ്മൾ സംസാരിച്ചു, നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും സ്റ്റേജിന് മുമ്പിൽ ഒന്ന് ഇരിക്കാം, കംഫർട്ടായിട്ട് ഇരിക്കാം. പോയി സംസാരിച്ചു. ആ പോയി സംസാരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണത്. ചിലപ്പോ മറ്റേ ആൾക്കാർ കൂവിയിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്ത് ക്വിറ്റ് ചെയ്തില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെയും നമ്മൾ ഈ അവസരങ്ങൾ ഉപയോഗിച്ചു. ആ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചലഞ്ചസ് വന്നു, അതിനെ ഓവർകം ചെയ്തു. ആ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സ്കില്ലുകൾ കിട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു ജേർണിയാണ് ആ സാധനം. ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും, അതിന്റെ ഒപ്പം കൺസിസ്റ്റൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലൈഫ് സ്കൂള് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എക്സാക്ട്ലി അതന്നെ, അതാണ് 1% ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ബൈക്ക് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരൊക്കെയാണ്. നമ്മളൊരിക്കലും ഫസ്റ്റ് തന്നെ 5th ഗിയർ ഇട്ട് കണ്ട് ഓവർടേക്കല്ലേ ചെയ്തില്ല. നമ്മൾ ആദ്യം ബൈക്ക് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, വെറുതെ ആക്സിലേറ്റർ കൊടുത്തു നിന്ന് വണ്ടി ഓഫ് ചെയ്ത്. അതാണ് എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ ഇക്കടെ സ്റ്റാർട്ട് ചെയ്യും, ആക്സിലേറ്റർ കൊടുക്കുക, ഓഫ് ആക്കും. പിന്നെ പതുക്കെ ഫസ്റ്റ് ഗിയറിൽ കാലെത്തിങ്ങാണ്ട് പോകും, പിന്നെ സെക്കൻഡായി തേർഡായി, ഇപ്പൊ 2 കൈ വിട്ടിട്ടും പോകും. അത് ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കണം. ഇപ്പൊ ചിലർ വിചാരിക്കണം ഫസ്റ്റ് 5th, ഓല് വിചാരിക്കണം ഫസ്റ്റ് തന്നെ ഇപ്പൊ ശശി സാർ പറയുന്ന പോലെ സ്റ്റേജിൽ കയറി സംസാരിക്കണം വിചാരിച്ചാൽ പോസിബിൾ ആവുന്നില്ല. അത് നമ്മളായിട്ട് സംസാരിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ കൂല എന്തായാലും വരും. കളിയാക്കൽ, ഞാൻ പറയാം, കളിയാക്കി നന്നായിട്ട് കളിയാക്കൽ കിട്ടുവാനൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നന്നായി തിരിച്ച് കളിയാക്കാനും പറ്റുള്ളൂ. കളിയാക്കാൻ മീൻസ് ആ ഒരു എൻവറോൺമെന്റിൽ അവൻ പെട്ടിട്ടുണ്ട്, അവൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നീട് ഒരു വലിയ സ്ഥലത്ത് പോകുമ്പോൾ അവനൊരു ഈസിയല്ലേ. ഇതൊരു പ്രോസസ്സാണ്. ആദ്യം മക്കളോട് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ ഞാനിത് പറയാൻ ഒരുപാട് അച്ചീവ് ചെയ്തു എന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ ലൈഫിലെ ലേണിങ്സാണ് പറഞ്ഞത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഒരു സൗണ്ട് ഫിനാൻഷ്യലി സൗണ്ട് എന്നല്ല. ഇപ്പൊ ഞാനിത് ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെയ്തിട്ടൊരു അത്യാവശ്യം സക്സസ്ഫുൾ ആയി വന്നു. ഇപ്പൊ റെസ്റ്റോറൻറ്റ് നിയർ ബൈ ഒരു 2 monthsനുള്ളിൽ നമുക്കൊരു വലിയൊരു 2000-3000 സ്ക്വയർ ഫീറ്റിന്റെ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. പ്ലസ് അതൊക്കെ നമ്മളൊരു സ്പോർട്സിന്റെ സിറ്റി പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഡിസ്കംഫർട്ടും കളിയാക്കലുകളും ഒക്കെ വരും. അതൊക്കെ ഇതാക്കി പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യാൻ നോക്കണത് അംബ്രാസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ അത്ര അടിപൊളി നല്ല, എന്നോളം ബെറ്റർ ആയിട്ട് ഞാൻ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരുപാട് പേരുണ്ട്. അല്ല, പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് മനുഷ്യന്മാരാ, നല്ല സ്കില്ലുണ്ട്. ഞാൻ അതുപോലെ ഞാൻ കണ്ടതിൽ അടിപൊളിയായിട്ടുള്ള ആൾക്കാർ. ഞാൻ ഇപ്പോൾ എനിക്ക് ഗൂഗിൾ പോലെ നിർത്തി പറയാം, നിങ്ങളൊക്കെ സംസാരം ഭയങ്കര ഇഷ്ടം. ഞാൻ നമ്മൾ കുറെ സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ രീതിക്ക് എനിക്കെന്താ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അത് എന്റെ കുട്ടികൾക്ക് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്തു, അപ്പൊ മുപ്പര പോളൈറ്റ്നെസ്സും ആ സംസാര രീതി ഇങ്ങനെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണ്ടു അതുകൂടെ എനിക്ക് ചെയ്യാം. എനിക്ക് മേ ബി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എന്നെ പറഞ്ഞോട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. ഇതാണ് എഡെക്സ് ലൈഫ് സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ നേരത്തെ എന്റർപ്രന്യൂഴ്സിന്റെയും ഇന്റർപ്രന്യൂഴ്സിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ആൾക്കാര് വിചാരിക്കുക എന്റർപ്രന്യൂഴ്സ് പറഞ്ഞാൽ അവർക്ക് കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ചിലപ്പോൾ 100% സ്റ്റേക്ക് അവരുടെ ആയിരിക്കും. ഇന്റർപ്രന്യൂഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. എനിക്ക് മനസ്സിലായിടത്തോളം സുന്ദർ പിച്ചായി വർക്ക് ചെയ്യുന്നുണ്ട്. സുന്ദർ പിച്ചായിക്ക് സാലറിയുടെ പുറമെ ഗൂഗിളിന്റെ ഷെയർസും ഒരു ഓണർഷിപ്പും കൂടിയിട്ട് അവിടെ കിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കില്ല് അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ആക്കിയിട്ട് വെക്കണം. കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കില്ല് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു മറ്റേ സ്റ്റോക്ക് ഓപ്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് സ്റ്റോക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓണർഷിപ്പ് വന്നു. നമ്മുടെ കമ്പനിനെയാണ് പിന്നെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് കൂടെ അല്ലെങ്കിൽ ഈ എന്റർപ്രന്യൂർ നമ്മൾ ഈ ജേർണി കൂടെ പോയി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഇതിലൂടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭയങ്കര എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ്. എന്റർപ്രന്യൂർ ആയി കഴിഞ്ഞാൽ ഇന്റർപ്രന്യൂർ ആയി കഴിഞ്ഞാലും അതാണ് ഈ ഇന്റർപ്രന്യൂറിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വിചാരിക്കണം അതാണ് അവർക്ക് അപ്പോഴൊരു ഓണർഷിപ്പ് അവിടെ കിട്ടുകയാണ്. നമ്മുടെ സ്കില്ലിൽ കൂടെ നമ്മൾ ഓണർഷിപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതെ അതെ. ഇപ്പൊ ഇതിൽ പറഞ്ഞുതരാം, സുന്ദർ പിച്ചന്റെ കേസ് നമുക്കറിയാം. മുപ്പര് തമിഴ്നാട്ടിൽ നിന്ന് വന്നു, മറ്റേ IIT പഠിച്ചു, അവിടുന്ന് പോയി മുപ്പര് ഗൂഗിളിൽ പോയി. ഗൂഗിൾ ക്രോമാണ് മുപ്പര് ഒരു അടിപൊളിയായിട്ട് വന്നിട്ട് ഭയങ്കര മുപ്പര് എംപ്ലോയി ആയിട്ട് കയറി തന്നെ. മുപ്പര് നന്നായിട്ട് വർക്ക് ചെയ്തു, ആ റിസൾട്ട് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു കുട്ടീനെ നേരിട്ടിട്ടൊരു എന്താ പറയുക CEO ഓപ്ഷനിൽ എന്തായാലും എത്തൂല. ഞാൻ ഇപ്പൊ അവരോട് പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കുട്ടീൻ്റെ അടുത്ത് പറയണം എനിക്ക് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യണം, ഞാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഞാൻ ആദ്യം ചെയ്യാം, മൈക്രോസോഫ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് മേ ബി ബുദ്ധിമുട്ടാക്കാം. കാരണം നമ്മൾ വന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. പ്രശ്നമല്ല, അതിനെ നമുക്ക് എത്തിക്കാം. എങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും മൈക്രോസോഫ്റ്റിനൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നമ്മുടെ നാട്ടിൽ എന്തായാലും ഉണ്ടാവും. സ്റ്റാർട്ടപ്പുകൾ എന്തെങ്കിലും സോഹോ, മൈക്രോസോഫ്റ്റ് ആഫ്രിക്കയിൽ കോമ്പറ്റ് ചെയ്ത് കണ്ട് മൈക്രോസോഫ്റ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. സോഹോ എന്നുള്ള തമിഴ്നാട് ഒരുപാട് ഓപ്പണിംഗ് നടക്കുന്നുണ്ട്. ഇനി സോഹോയിലും കിട്ടുന്നില്ല. സോഹോന്റെ പ്രീമിയം പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മുടെ സീനിയറിനെ നടത്തുന്നുണ്ട്,
OHO എന്ന് ഇറങ്ങാണ്ട് ഓഹോ എന്ന് ഇറങ്ങാണ്ട് കൊച്ചി വൈസറായിട്ടില്ല പ്രീമിയം പാർട്ണറാണ്. അപ്പം എനിക്ക് അവിടെ ഈസിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ നെറ്റ്വർക്ക് ഉണ്ട് അവിടെ, എനിക്ക് സ്കില്ലുണ്ടെങ്കിൽ അവിടെ ജോലി കയറി ഒരു 1 year അവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം സോഹോ ഒക്കെ അപ്ലൈ ചെയ്തു. സോഹോയിൽ ഒരു 3-4 വർഷം വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് മൈക്രോസോഫ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇത് ചിലപ്പോൾ ഒരു 6 വർഷം, ചിലപ്പോൾ 7 വർഷം, 10 വർഷം പ്രോസസ് ആക്കാം. പക്ഷെ എന്ത് ചെയ്യാം, എത്താം. നമ്മൾ എത്തിച്ചെങ്കിൽ എത്തിക്കാം. ബ്ലൂ പ്രിന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല. ഞാൻ ഇവിടെ ഇത് ബാക്കിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ഫാമിലിയാണ്, ഇതെൻ്റെ ഒരു ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു രീതിക്കാണ് ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫിനാൻഷ്യൽ മോട്ടീവ് എന്നല്ല, കുട്ടികൾക്ക് അറിയാം. ഇപ്പം ഞാൻ ഇവിടെ തന്നെ റീസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്യൂച്ചറിൽ അതിനേക്കാളും മോട്ടീവ്. ഇപ്പം അതല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളോട് എനിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം വെച്ചെങ്കിൽ ഈ ഒരു 100 സംഖ്യയോട് കൂടി നമ്മളെ ബോണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതൊരു സാധാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ലൈഫ് ലോങ് ആണ്. അതായത് നമ്മളെ കൊണ്ട് എത്ര കാലം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഇത് ഞാൻ വെറുതെ ഷുഗർ കോട്ട് ചെയ്ത് പറയുന്നതല്ല, നമ്മൾ ആ രീതിക്കാണ് ബിൽഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോഴും എഡെക്സിൽ ഒരു എത്രയോ ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. അതിൽ മെജോറിറ്റിൻ്റെ സ്റ്റുഡൻസാണ് ഞങ്ങളെ സ്റ്റുഡൻസ്. എൻ്റെ പാർട്ണർ ഉണ്ട് എഡെക്സിൻ്റെ ഒരു കോ-ഫൗണ്ടർ കൂടി ഉണ്ട്, റഫീഖ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തുള്ളത്. മൂപ്പര് 8 വർഷമായി ടീച്ചറാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസാണ് ഇവിടെ വന്നു പോകുന്നത്. ഒരു ടീച്ചറെ ഒരു സ്റ്റുഡൻറ്റ് വീണ്ടും ഇവിടെ വന്ന് നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്ത സാധനം കൊണ്ടാണ്, അതല്ലേ? അപ്പം ഈ രീതിക്ക് ഞങ്ങൾ ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ബന്ധം 100 സംഖ്യ നിങ്ങളെ ഫീസ് കിട്ടി നിങ്ങൾ പേക്കോ എന്ന് പറഞ്ഞിട്ട് വിടല്ല, അവരുടെ ലൈഫിൽ നമ്മൾ കൂടി പിടിക്കും. ക്യാമ്പസിൽ ജീവിച്ച പിള്ളേരെ തിരിച്ചു വരുള്ളൂ. അതെ. അപ്പം ആ സാധനങ്ങളോട് ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ജീവിക്കണം. അവർ പാടുന്നു, പഠിക്കുന്നു, ഡിസ്കഷൻ ചർച്ചകൾ ചെയ്യണു. അവരിപ്പോൾ ഇന്നലത്തെ ഒരു ആക്ടിവിറ്റി ഇലക്ഷനാണ്. അതെ, ഇന്നലെ ഒരു ഇലക്ഷൻ്റെ സാധനം ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് സ്പീച്ച് നടത്തണം. അപ്പോൾ ഡിബേറ്റ്സ് ഉണ്ടാവും, പ്രകടന പത്രിക സമർപ്പിക്കണം. അപ്പം ഞാൻ നോക്കിയത് അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് സ്കിൽസിനെ കുറിച്ചിട്ടും നാട്ടിലെ കുട്ടികളെ എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഓൺടർപ്രണർഷിപ്പിനുള്ള നിർദ്ദേശ പട്ടികയിൽ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ബിസിനസ് അതിനെ കുറിച്ചിട്ടൊക്കെ അവർ ഈ നാട്ടിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ബിൽഡ് ചെയ്യും. അതൊക്കെ ഒരു നമ്മളെ നാട്ടിൽ ഞാൻ വെറുതെ പറയട്ടെ, ഞാൻ എനിക്ക് അഡ്രസ് ഉള്ളത് ഏതെങ്കിലും ഇപ്പോൾ വാർഡ് ഇലക്ഷനിൽ ഏതെങ്കിലും വാർഡ് മെമ്പർ പറയുന്നതോ ഞാൻ എൻ്റെ വാർഡിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ബിൽഡ് ചെയ്യും. അവിടെ ഒരു ഓൺടർപ്രണേഴ്സിനെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, കൺസൾട്ടേഷൻ കൊടുത്തിട്ട് അവരെ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് MVP ക്രിയേറ്റ് ചെയ്ത് കണ്ട് വളരെ ചുരുക്കം അങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ചിലപ്പോൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാ കാരണം. അപ്പം ഇങ്ങനത്തെ ഒരു ആൾക്കാർ വിഷനറി ആയിട്ട് വരികയാണെങ്കിൽ, ലീഡേഴ്സ് ആയിട്ട് വരുമ്പോൾ എൻ്റെ പിള്ളേർ അത് മോക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതാണ് ഞാൻ റിയൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റിൽ പ്ലേസ്ഡ് ആവണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ ലൈഫ് സ്കൂൾ കൂടെ എഡെക്സ് ലൈഫ് സ്കൂൾ കൂടെ പഠിച്ചിട്ട് പോയി. എന്തുകൊണ്ട് ഒരു കമ്പനി അവർക്ക് തന്നെ ഫൗണ്ട് ചെയ്തു. ആ കമ്പനി ഇപ്പോ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതിനെ മൈക്രോസോഫ്റ്റ് അക്വയർ ചെയ്തു. അവര് മൈക്രോസോഫ്റ്റിന്റെ ഇതായിട്ട് മാറി. അത് സ്റ്റീവ് ജോബ്സ് എപ്പോഴും പറയും. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് സ്റ്റീവ് ജോബ്സ്. അപ്പോൾ സ്റ്റീവ് ജോബ്സിന് ചെറുപ്പത്തില് ഓരോ കമ്പനീസിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും അവിടെ ഇന്റേൺഷിപ്പ് ഉണ്ടോ സമ്മർ വെക്കേഷനിൽ. വേറെ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് എഡെക്സ് ലൈഫ് സ്കൂളിൽ കൂടെ ഇവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ 99% ഓഫ് ദി പോപ്പുലേഷൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവര് ചെയ്യുക. അവർക്ക് ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യും ആൾക്കാരെ. അതിലൂടെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് കിട്ടും. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് പറഞ്ഞാൽ എന്തായാലും ആ വീഡിയോ ചിലപ്പോൾ ആൾ കാണുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. എനിക്ക് നെറ്റ്വർക്ക് ഇല്ല അവിടെ. ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് അവിടെ കയറണം. കയറും എങ്ങനെയെന്നുള്ളതല്ലേ ഞാൻ സ്ട്രാറ്റജി പറഞ്ഞുതരാം. അപ്പോൾ ആ സ്ട്രാറ്റജി നിങ്ങളും യൂസ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ചെയ്തതെന്താ വെച്ചെങ്കിൽ ഈ അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ഫൗണ്ടറെ കുറിച്ച് അവിടെ ആരാ ഏറ്റവും പവറുള്ള ആള്, ഈ അയാളെ കുറിച്ച് പഠിക്ക്. അയാളെ കുറിച്ച് പഠിച്ചാൽ മാത്രം പോരാ, അത് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അയാളെക്കുറിച്ച് അയാൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു, അയാൾ എങ്ങനെ ബിസിനസ് തുടങ്ങി, അതിൻ്റെ മൊത്തം സ്റ്റോറി കുറച്ച് റിസർച്ച് ചെയ്തിട്ട് കണ്ട് അന്വേഷിച്ചിട്ട് പറഞ്ഞു. അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു എല്ലാവരോടും ഫോൺ എടുക്കാൻ പറഞ്ഞു, എല്ലാവരോടും ഇൻസ്റ്റാഗ്രാം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എല്ലാവരും പറഞ്ഞു നമ്മളൊരു ഫ്രണ്ട് നിങ്ങളെ സ്റ്റോറി ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഇന്നാളെ പേര് ഇട്ടു കേട്ടോ,
ഞാൻ എഡെക്സ് ലൈഫ് സ്കൂളിൽ നിന്നാണ്. ഞങ്ങളെ ഇന്ന ഫ്രണ്ട് എക്സ് എന്ന് പറഞ്ഞ ഫ്രണ്ട് നിങ്ങളെക്കുറിച്ചുള്ളൊരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഫീച്ചർ പ്രസൻറ്റേഷനിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ജേണി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടല്ലോ. ജെനുവിനുള്ള മെസ്സേജ്. ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എന്താ പറയുക, മെസ്സേജിൽ കുറച്ച് മസാലകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ. അപ്പോൾ അതുപോലെ മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങളെ ഭയങ്കര കാര്യങ്ങൾ ഭയങ്കര ഇന്ന ചെയ്തൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ഞങ്ങളിങ്ങനെ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമുക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ടോക്ക് തരാൻ പറ്റുമോ? എല്ലാവരും മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഫാക്കൽറ്റീസും ഏൽപ്പിച്ചു. ഒരാളെ ഫോണിക്ക് ഒരു 25 മെസ്സേജ് ഒറ്റ ടൈമിൽ വരിക, അല്ലെങ്കിൽ 2-3 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വരിക. നമ്മളെല്ലാവരും തുറന്നു നോക്കുമ്പോൾ എന്താ ഈ സാധനം എല്ലാവരും സീൻ ചെയ്ത് ഗുണാള്. റീപ്ലൈ ആർക്കും വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒന്നും വേണ്ട, കമ്പനിക്ക് വിളിക്കുക. ഇനി നമുക്ക് വിളിക്കാം. കമ്പനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എഡെക്സ് ലൈഫ് സ്കൂളിൽ നിന്നാണ്, ഒന്ന് സാറിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് നോക്കിയിട്ട് PA പറയണം. ഓക്കെ. അടുത്ത ദിവസം ഇതാ കുട്ടികളെ ഫോളോ ചെയ്യുന്നത്, ഞങ്ങളെ ഫാക്കൽറ്റീസാണ് ഫോളോ ചെയ്യുന്നത്. ഞങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട്. ഒരുത്തന് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സാറിൻ്റെ ജേണി കേട്ടപ്പോൾ അവരിതാണ് കാണുന്നത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഫൈനൽ കോൾ ചെയ്യുന്നത്. നാളെ കൺഫർമേഷൻ കിട്ടും വരാമെന്നുള്ളത്. ആളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ എന്നോടൊരു ജോബ് ഓപ്പണിംഗ് ഉണ്ട്, ഇവന് കിട്ടാനുള്ള ചാൻസ് 100% കൂടുതലാണ്. 100% അല്ലേ? ഇതിപ്പോൾ നമ്മളെന്താ ചെയ്ത്, ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഞാൻ കൺവെൻഷൻ ചെയ്യണമെങ്കിൽ ഒരു CV അയച്ചു കൊടുക്ക്, കിട്ടാനുള്ള ചിലപ്പോൾ നോക്കാനുള്ള ചാൻസ് കൂടി ഇല്ല. നമ്മൾ എത്ര പണിയെടുത്തു, ഇങ്ങനെ ചെയ്തു. വേറെ എത്ര കോളേജുകൾ, വേറെ എത്ര ആൾക്കാർ ചെയ്യും. ഒരു പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞ അതിൽ വേറൊരു കാര്യമുണ്ട്. ഇതില് ഒരുത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും എഫേർട്ട് എടുത്തു. ബാക്കി എല്ലാവരും എഫേർട്ട് ഇട്ടാണ്, ബാക്കി എല്ലാവരും ഇരിക്കുന്നു, ഇതാക്കുന്നു. ഇതാണ് ഒരു റിയൽ, അതായത് നമ്മുടെ സിനർജിയോട് ഒപ്പമുള്ള ആൾക്കാരാണ് ചുറ്റുള്ളത്. അതെ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ സമ്മതിക്കൂല, അവരും അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതില് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, തോൽക്കാൻ മനസ്സില്ല. മറ്റേ ഞാൻ വേറെ സ്പീച്ചിൽ ഒരാൾ പറഞ്ഞിട്ടാ, തോൽക്കണ നല്ലൊരു ചാവണാണ്, തോൽക്കാൻ മനസ്സില്ല. ഡു ഓർ ഡൈ അങ്ങനെ പറയാം. തോൽക്കാൻ മരിക്കണം. നമ്മൾ അതിന് നിൽക്കുന്ന നമുക്കത് ആഗ്രഹിച്ചോ. ഇപ്പൊ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനിയിപ്പോ നാളെ വിളിച്ചിട്ട് ആള് വരില്ലായിരുന്നോ, വേറെ സ്ട്രാറ്റജി നോക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ 4-5 വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാ, ആൾ അവിടെ ഉള്ളടത്ത് പോയി കാണാം. നമുക്ക് എന്താ പ്രശ്നം, കുറച്ച് ഡീസലിന്റെ പൈസ അല്ലേ, പോട്ടെ. അപ്പൊ ഈ ഒരു സാധനത്തില് ഞാൻ ബിൽഡ് ചെയ്തു പോകുന്നത് ടീമിന്റെ എഫേർട്ട്. ഒരു സിംഗിൾ ആള് പ്രവർത്തിക്കാനും ടീം എഫേർട്ട് ആകുമ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ, നമ്മുടെ വേൾഡ് കപ്പിൽ അർജന്റീന ജയിച്ചു, മെസ്സിയാണ് ഗോൾ അടിക്കണത്. പക്ഷെ മെസ്സിക്ക് ചുറ്റും ഓപ്പോസിറ്റ് ടീം വന്ന് വലയം തീർക്കും, ഒരാളെ തൊടാൻ സമ്മതിക്കില്ല മെസ്സിനെ. അങ്ങനെ ചുറ്റിട്ടിട്ട് ഇതാക്കും. ടീം മെമ്പേഴ്സ് ഗോൾ അവൻ അടിച്ചോട്ടെ, കപ്പ് കിട്ടുന്ന ടീമിനാണ്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവര് ഇത് ചെയ്യണത്. അതേപോലെ തന്നെ ഇവനൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ടീമായിട്ടാണ് അത് ഫുൾഫിൽ ചെയ്യണത്. എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെ ഓരോ ലക്ഷ്യമുണ്ട്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു തീരുമാനത്തിൽ കൂടെയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തോട് കൂടി ഒറ്റ സിംഗിൾ ഫോക്കസ് ആയി പോകുമ്പോൾ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര ടീം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. ഇപ്പൊ എനിക്കറിയാം, ഇനിയൊരു യൂസുഫ് അലി ഒറ്റക്ക്, യൂസുഫ് അലിയുടെ കാലത്തൊന്നും ഞങ്ങളിപ്പോൾ ഇന്നലെ ഡിസ്കഷൻ വന്നതാണ്. യൂസുഫ് അലിയുടെ കാലത്ത് മൂപ്പർക്ക് യൂട്യൂബൊക്കെ റെഫർ ചെയ്യാനില്ല, മൂപ്പർക്ക് എന്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനില്ല, നെറ്റ്വർക്കാൻ മാത്രം ഇവന്റ്സുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം അത്രയും ബിൽഡ് ചെയ്തത്. ഇനി ഒരാൾക്ക് ഇപ്പോഴത്തെ കാലത്ത് 1 man ഷോ കളിച്ചാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്യുവർലി ടീമാണ്. എത്രത്തോളം മാക്സിമം ഗ്രോ ചെയ്യണം, ടീം തന്നെ വേണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യണത് എഡെക്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു ടീം നല്ല ഒരു ബോണ്ട്, ഒരു പ്രത്യേക തരം ബോണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയൊക്കെ നമ്മൾ ഇപ്പം എന്നോട് പലരും പറഞ്ഞത് ഇത് നടക്കാൻ പോകുന്നില്ലടാ. ഞാൻ വേറൊരാളോട് പറഞ്ഞപ്പോൾ എടാ ഇത് ടെക്നിക്കലി പോസിബിൾ അല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ ഈ വിചാരിക്കണ പോലെ 100 രാവിലെ 10 രാത്രി 10 മണി വരെ എന്താ പറയുന്നത് ഒന്നും നടക്കൂല. ഇന്നിപ്പോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇന്നിപ്പോ 65 ദിവസം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ വ്യത്യാസം, അത് അറിയാത്തോണ്ടാകാതെ. അതെ, പറഞ്ഞ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ കണ്ടോ, ഒരു 65 ദിവസമായിട്ട് ഞാൻ അഹങ്കരിച്ചു പറയല്ല, നമ്മള് ഒറ്റ കാര്യമുള്ളൂ. വേറെ സംഭവിച്ചെങ്കിൽ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൺ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന റിയാക്ഷനാണ്. നമ്മളെ 100% ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചും 100% കുട്ടികൾ തരുന്നു തന്നെ ഉള്ളൂ. ഒരുപാട് കോളേജുകളും സ്കൂളുകളും പൂട്ടാനും ഇതിനൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് നമ്മൾ കുട്ടികളെ അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണുക. അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ്. ഒരാൾക്കും 100 രൂപ വെറുതെ കൊടുക്കില്ല.
ഒരാൾക്ക് ഒരു ഈക്വൽ ടു എന്നൊരു സംഭവം ഉണ്ട്. ഇത് ഈ അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഫ്ലോ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ 100% ഇടുക, നമ്മൾ 50% ബാക്കിയുള്ളവർ എനിക്ക് 100% തരണം എന്നാണ് ഒരിക്കലും പോസിബിൾ ആവില്ല. 100 ബാലൻസ്. നമ്മൾ ചിലപ്പോൾ 100 നമ്മൾ 110 കൊടുക്കണം. നമ്മൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞ എന്തുണ്ടാവും അത് കുറയും. 100% കുട്ടികൾ 150% കിട്ടുന്നുണ്ട്. ഇതാണ് ഇപ്പൊ എഡെക്സിന്റെ. നമ്മൾ എന്ത് എഫേർട്ടാണോ പുറത്തേക്ക് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, അതിപ്പോ ചിലപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആളുടെ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിന്റെ ലേണിംഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. വേറെ ഭാഗത്ത് കൂടെ പോകുമ്പോഴായിരിക്കും അതിന്റെ റിസൾട്ട് നമുക്ക് കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റിസോഴ്സസുകൾ നമ്മൾ പറഞ്ഞ പോലെ കൂടുതലാണ്. യൂസഫലിക്കുള്ള റിസോഴ്സസ് അല്ല, യൂസഫ് സാറിനുള്ള റിസോഴ്സസ് അല്ല ഇപ്പോൾ ഉള്ളത്, ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷനും ഇന്ന് കൂടുതലാണ്. ഒരു ഫോണ് കയ്യിലുണ്ട്, ഇന്ന് ആൾക്കാർക്ക് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ടെക്നോളജീനെ 2 രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ ബെനിഫിറ്റിന് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. മറ്റേ ഇപ്പൊ കണ്ടന്റ് ക്രിയേഷനിൽ പറഞ്ഞ പോലെയാണ്, ക്രിയേറ്റേഴ്സ് അത് റവന്യൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കണം, ബാക്കിയുള്ള ആൾക്കാർ അത് കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പൊ നമുക്കൊരു ക്രിയേറ്റർ ആവാൻ പറ്റും, ഒരു കൺസ്യൂമർ ആവാൻ പറ്റും. എത്ര കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്ത പോലത്തെ എത്ര ആൾക്കാർ ആ ഒരു ലൈഫ് കളഞ്ഞിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കും, ആ ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ആ റിസൾട്ട് ആ എഫേർട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഇതിൽ ഒരു കേസ് എന്ന് വെച്ചെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം, എനിക്ക് അതിനൊരു 3-4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കി കളട്ടോ. ഞാൻ മോശം പറഞ്ഞില്ല, അടിപൊളി സാധനം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, ഇപ്പൊ എനിക്ക് അർജന്റീനനെ ഇഷ്ടമല്ല. എക്സാമ്പിള്, മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ. എനിക്ക് അർജന്റീന ഇഷ്ടമല്ല, ഞാൻ അർജന്റീന ഇഷ്ടമല്ല എന്നുള്ളത് ഫോണിന് പറഞ്ഞ കേട്ടും ഇതായിക്കിട്ട് ഞാൻ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, അർജന്റീന ലൂസ് ആവട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വരുന്ന ഡീറ്റെയിൽസ് അർജന്റീനയുടെ നെഗറ്റീവ് ആക്കാരം, മെസ്സി ഫോൾ ആക്കണേ, അർജന്റീന ട്രോളുകളാണ് കാണുക, പിടിച്ചു. പിന്നെ കാണുന്ന മൊത്തം എന്താ കാര്യം എനിക്ക് അർജന്റീനയുടെ നെഗറ്റീവ്. പിന്നെ പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രിനെ കുറിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ മൊത്തം ഇഷ്ടം മാത്രമേ കാണിക്കുള്ളൂ, നെഗറ്റീവ് കാണിക്കില്ല. നെഗറ്റീവ് സൈഡ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ നെഗറ്റീവ് മാത്രമേ കാണിക്കുള്ളൂ. ഈ സാധനമാണ് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ കാണിച്ചു തരാം. ഇതിലൂടെയാണ് കുട്ടികളുടെ പ്രശ്നം. കുട്ടികൾക്ക് ഒരു സെമീനോട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം നോക്കി അവരെ പ്രായത്തിന്റെ പക്കൽ നോക്കി പിന്നെ അന്ന് വൈകുന്നേരം വരെ എന്താണ്, പിന്നെ അതേ സാധനം വന്നോണ്ടിരിക്കും, കൺസ്യൂം ചെയ്തോണ്ടിരിക്കും, ഡോപമൈൻ കിട്ടും, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ വീഡിയോ കാണുന്നത് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്, കണ്ടന്റ് പ്രിഫറൻസ് റീസെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എപ്പോഴും ഓർമ്മ കിട്ടി, ഞാൻ ഒരു ദിവസം 2 ദിവസം അല്ല പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഓർമ്മ കിട്ടി ഞാൻ അപ്പോൾ പോയിട്ട് എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു ദിവസം ഞാൻ 3 വട്ടം ചെയ്ത് റീസെറ്റ് ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്കതിന് ചിലവൊന്നുമില്ല, നേരെ റീസെറ്റ് ചെയ്ത പിന്നെ കിട്ടുന്ന നമുക്ക് എന്താണ് പുതിയ സാധനങ്ങളാണ്. ഇപ്പം എനിക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം വെച്ചെങ്കിൽ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞ ഇപ്പം റീലെടുത്ത് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് പേര് കാണുന്ന മൊത്തം നമ്മളെ കേരളത്തിലെ വൈകുന്നേരം ഉണ്ടാവും, അമ്പലത്തിലെ പാട്ടും ആ ഒരു നാടൻ ഇതൊക്കെ, അങ്ങനത്തെ കുറച്ച് എന്താ അറിയില്ല. ഇപ്പൊ ഞാൻ അപ്പൊ ലൈക്ക് അടിച്ചു പോകണ്ട അതന്നെ കാണിക്കണത്, ഈവനിങ് ഓഫ് കേരള, പിന്നെ മറ്റേ അമ്പലത്തിലെ പാട്ടിൻ്റെതും, പിന്നെ അങ്ങനത്തെ സ്വാമികൾ കുളിക്കാൻ പോണതും, അങ്ങനത്തെ ഒരു നമ്മളെ പണ്ട് എക്സ്പ്ലോർ ചെയ്താണ്ട്. പണ്ട് നമ്മൾ അമ്പലത്തിന് മുമ്പിൽ ഫുട്ബോൾ കളിക്കുക, അപ്പൊ 5:30 പാട്ട് വെച്ച ആ ഒരു വൈബ് നമുക്കറിയാം. കാരണം അന്ന് വേറെ ഇതില്ലല്ലോ. അപ്പൊ ഈ സാധനം കാണുന്നത് ഇല്ല, അപ്പൊ ടർഫൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഗ്രൗണ്ട് കണ്ടത് കളിക്കുമ്പോ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലായി കുറച്ചതിന് ഭാഗം കൊടുക്കാറാകുമ്പോൾ പെരെ പോകണമെന്നുള്ളത്. അപ്പൊ ഈ സാധനം എനിക്ക് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കുട്ടികളോട് പറഞ്ഞത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ നാട്ടില് സ്റ്റാർട്ടപ്പുകൾ എത്ര 90% 5 വർഷം കൊണ്ട് ഫെയിൽ ആവുന്നത്, അതിൽ 50% PMF എന്താ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലാത്തോണ്ടെന്നൊക്കെ പറയുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം എനിക്ക് എന്താ പറയുക, ഒരു പശുവിൻ്റെ ഫാം അടിപൊളി ബിസിനസ് തോന്നി. പിന്നെ ഞാൻ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ റീല് കാണുന്ന മൊത്തം എന്താ കാര്യം, ഇതിന്ന് കാണുന്ന ഫാമിൻ്റെ ബെനിഫിറ്റ്, ഫാമിലെ സാധനങ്ങൾ, ഇത് മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ നേരെ നെഗറ്റീവ് ഫാമിൻ്റെ ലോസ് വിചാരിച്ചോ, പിന്നെ മൊത്തം ലോസാണ് കാണിക്കണേ. ഇൻസ്റ്റാഗ്രാം അത്രയും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഐഡിയ തുടങ്ങാൻ നിൽക്കുക, എനിക്ക് സങ്കടം തോന്നുന്ന സിറ്റുവേഷൻ കേട്ടോ. കുറേ ലോങ്ങുന്ന കുട്ടികൾ ഇവിടെ വരും, അവർ ഐഡിയ പിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ മാർക്കറ്റിന് ഒരു ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആക്കാൻ അവരവരുടെ സമയം, കാശ്, എഫേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് അവരോട് പറയാൻ പറ്റും, എടാ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, MVP പോലും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അപ്പൊ ഇതിന് കുറെ പൈസ ലാക്കി ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു വരുന്ന പിള്ളേരോട് നമുക്ക് പറയുമ്പോൾ നമുക്ക് തന്നെ സങ്കടം. പക്ഷെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ഇതിന്റെ ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്ക് അവരെത്തി. അതുണ്ട്. ഞാൻ പറഞ്ഞെങ്കിൽ ഇത് എങ്ങനെയെന്നറിയോ, ഇത് മനുഷ്യൻ നാരോ മൈൻഡഡ് ആക്കാണ് സോഷ്യൽ മീഡിയ. അതായത് ഒരു സാധനം കാണുമ്പോൾ അത് നല്ലത് കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് വൈഡായി ചിന്തിക്കൂല.
അതിന്റെ വള്ളിക്കെട്ടുകൾ അവര് ചിന്തിക്കൂല, ആര് കാണിക്കൂല, നമ്മളെ സോഷ്യൽ മീഡിയ കാണിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി. നിങ്ങളിപ്പോ ഒരു ഇസ്രായേലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫലസ്തീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർ കാണുന്ന മൊത്തം ഇസ്രായേലിന്റെ മോശക്കാരം, അല്ലെങ്കിൽ അവർ കാണുന്ന മൊത്തം ഫലസ്തീന്റെ അപ്പൊ കൺഫർമേഷൻ ബയസ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാള്, നമ്മളെ സൈക്കോളജിക്കലി പറഞ്ഞുതരാം, എനിക്ക് ഗൂഗിൾപുരം ഇഷ്ടപ്പെടാണ്. ഗൂഗിൾപുരം എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്ത് തെറ്റ് ചെയ്താലും ചിരിക്കുക ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാള് എന്ത് ചാറ്റ് എടുത്താലും പറയും അതുപോലെ കാണിക്കാം. അതാ മനുഷ്യന്റെ സൈക്കോളജിക്കൽ സാധനം. സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെയിം സാധനം പിടിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്ന വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, റീസെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഇടക്കിടക്ക് റീസെറ്റ് ചെയ്തിട്ട് സർച്ചെങ്കിലും കീവേഡ്സ് മനസ്സിലാവരുത്, നമ്മളെന്താ ചിന്തിക്കണമെന്ന് മനസ്സിലാവരുത്. അതാണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ എഡെക്സിലുള്ള ലൈഫിനെ കുറിച്ചിട്ടും എഡെക്സ് എങ്ങനെയാണ് തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് ഇനി അറിയേണ്ടത്, എന്തായാലും ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ, ഒരു സംരംഭം ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ എഡെക്സ് തുടങ്ങിയപ്പോഴും ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് വരുന്നത്? എഡെക്സ് എന്നുള്ള സാധനം എൻ്റെ അറിവിൽ ഇതുപോലത്തെ ഒരു കൺസെപ്റ്റിൽ വേറെ സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്കറിയാം. അറിവിലില്ല, എൻ്റെ അറിവിലില്ല. ഇപ്പൊ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഉണ്ടോന്നല്ല, കാരണം ഒരു എക്സാമോ സർട്ടിഫിക്കേഷനോ ഒന്നും ഇല്ലാത്തൊരു സാധനം വേറെ ഇല്ല. ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട്, ബ്രാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ ചെയ്തൊരു കേസ് പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ ഈ പ്ലാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ, എങ്ങനെ ആളുകളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആരെന്നെ വിശ്വസിക്കുക, അനക്ക് എന്താ അഡ്രസ്സ് ഉള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് പലരും ഡയറക്റ്റായിട്ട് ചോദിച്ചു, ചില ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചു, ഷുഗർ കോട്ട് ചെയ്ത് ചോദിച്ചു. അപ്പോൾ മനസ്സിലായത് ഓക്കെ, എനിക്കതിനൊരു ഇത് വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ആൾക്കാർക്ക് എത്തിക്കാണല്ലോ ഈ പരിപാടി, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സ്കില്ലാണ് വേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ഒരു ചായക്കട എന്നുള്ള ഡിസ്കഷനിൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇതെങ്ങനെ ഈ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ പറഞ്ഞു, ഒന്നേക്ക് പറഞ്ഞു 2 വഴിയുണ്ട്. ഒന്നേക്ക് എന്ത് ചെയ്യാം, കാശ് കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മറ്റേ ചെയ്യിപ്പിക്കാം. സെക്കൻഡ്, ഓർഗാനിക്കായിട്ട് ചെയ്യിപ്പിക്കാം. ഈ എന്ത് ചെയ്യാം, എൻ്റെ കണ്ടന്റും ക്രിയേഷനൊക്കെ ചെയ്തിട്ട്. ഞാൻ ആലോചിച്ചു, എന്തിനാ വെറുതെ ആരാണ് കാശ് കൊടുക്കണം, ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ December 4th വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്നറിയില്ല, ഫസ്റ്റത്തെ വീഡിയോൻ്റെ 16 ആൾക്കാർ കണ്ടിരിക്കുക. അപ്പൊ ഇനീഷ്യൽ ബിഗിനേഴ്സിലൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ മുടക്കിയില്ല. ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഞാനൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് 75 days ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ആ തീമിന് എന്താ വെച്ചെങ്കിൽ അതിൽ ഇതില്ല, അതായത് എന്താ പറയുക, നമ്മൾ കുട്ടികൾക്കൊക്കെ വേണം സ്കില്ല് വേണമെന്ന് അറിയില്ല. ഞാൻ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞില്ല, സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഇന്ന ചെയ്താൽ മതി, ലീഡർഷിപ്പ് ഇന്ന കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നെഗോഷിയേറ്റ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, സെയിൽസ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞു. അതായത് എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കൊടുത്ത്, അവർക്ക് അറിയാം കമ്മ്യൂണിക്കേഷൻ വേണമെന്നല്ല, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ കുറേ വീഡിയോസിന് കയറി വൈറലായി. ഞാനൊരു 75 days ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 100,000 മുകളിൽ ഫോളോവേഴ്സ് എനിക്ക്. നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഭയങ്കര മാസീവ് റിസൾട്ട് ആയി. കാരണം ഞാൻ ആരാണ് പിച്ച് ഉദ്ദേശിച്ചത്, അവർ കറക്റ്റ് 100,000 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് അത്യാവശ്യം നല്ല ഇതാണ്, നല്ല ഓഡിയൻസിൽ കണക്ട് ആയതുകൊണ്ടാണല്ലോ അവർ ഫോളോ ചെയ്തത്. ഇപ്പോഴും എനിക്ക് എൻ്റെ സ്റ്റോറിക്ക് അത്യാവശ്യം വ്യൂസും അത്യാവശ്യം ഒരു, ഞാൻ എടുക്കുന്ന കണ്ടന്റ് ബേസ് ചെയ്തിട്ടോ, എല്ലാ കണ്ടന്റും കയറില്ല. ഞാൻ കോളേജിനെ കുറിച്ച് പറഞ്ഞ 1,00,000 വ്യൂസ് ഉറപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഞാൻ കോളേജിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് 1,00,000 വ്യൂസാണ്. കാരണം എൻ്റെ കറക്റ്റ് സ്റ്റുഡൻ്റാണ് എൻ്റെ ഫോളോവേഴ്സിലുള്ളത്. ഞാൻ ആ സമയത്ത് ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തിൽ സംസാരിച്ചു, ആരും കാണാനാവില്ല, എനിക്ക് മനസ്സിലാവാതെ. ഇപ്പം ഞാൻ കൺസിസ്റ്റൻസ്, ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. ആളുകൾ വെച്ചെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് മനസ്സിലായി, നാട്ടുകാർക്ക് മനസ്സിലായി, ഇവൻ്റെ എന്തൊക്കെ സാധനം നമ്മളെ ഫാമിലിക്ക് അടക്കം ഇവനത്ത് എന്തൊക്കെ ഉണ്ട് കേട്ടോ, 1,00,000 ഫോളോവേഴ്സ് കൈക്കൊള്ളു. കാരണം അവരെ നോട്ടീസ് ചെയ്യുമല്ലോ. അങ്ങനെ ആയപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളോടൊന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് സംഭവം. ഞാൻ 1,00,000, ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു 10K ആയിട്ട് 10K ആയിട്ട് എന്ത് ചെയ്യുക, എഡെക്സ് അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ 10K പെട്ടെന്നായി, 10K ഫോളോവേഴ്സ് പെട്ടെന്നായി. അപ്പം ഇങ്ങനെ അസൂയാണെന്ന് എനിക്കറിയാം, അവരെ അഹങ്കാരമാണെന്ന് അറിയില്ല. ഒരു 100K ആയിട്ട് അനൗൺസ് ചെയ്താൽ മതിയോ, കാരണം എനിക്ക് അനൗൺസ് ചെയ്യാൻ സമയം ആയിട്ടില്ല. അടുത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നു. ഞാൻ പെട്ടെന്ന് 10K ഞാൻ വിചാരിച്ചു ഒരു 2-3 മാസം എടുക്കുമെന്ന് വിചാരിച്ചു. 2-3 മാസം അതിന് കൂടുതലൊക്കെ വിചാരിച്ചാൽ, പക്ഷെ ഒരു 2 വീക്ക് 2 വീക്ക് കൊണ്ട് 3 വീക്ക് ഉണ്ടായി. അപ്പോൾ ടാർഗറ്റ് അവിടെ ഇതായില്ലേ. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്ര പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ പറ്റില്ല എഡെക്സ്, കാരണം എഡെക്സിൻ്റെ ഒന്നും എല്ലാതും സെറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, 100K വേണ്ടി വെയിറ്റ് ചെയ്തു. 100K ദൈവത്തിൻ്റെ കൊണ്ട്
പെട്ടെന്ന് നമ്മൾ കൺസിസ്റ്റൻസി ആട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിന് എല്ലാവരോടും പറയുന്ന കാര്യം, ഇൻസ്റ്റാഗ്രാമിന് ക്വാണ്ടിറ്റി അല്ല വേണ്ടത്, ക്വാളിറ്റി അല്ല വേണ്ടത്, ക്വാണ്ടിറ്റിയാണ്. ഡെയിലി വീഡിയോ കാരണം ഇൻസ്റ്റാഗ്രാമിന് പാവം തോന്നിയിട്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി നമ്മൾ ഇടുമ്പോൾ അതിന്റെ ഈ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കൂടും. അത് നമ്മൾ റിസർച്ച് ചെയ്യൂലേ. ഇപ്പൊ നാളെ എന്ത് പറഞ്ഞാൽ നമ്മൾ ഇന്ന് റിസർച്ച് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി നമ്മളെ ക്വാളിറ്റി കൂടും. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതായി ഈ 100K ആയപ്പോൾ എഡെക്സ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്കൊരു 300ന്റെ മുകളിൽ ലീഡ്, ഒരു രൂപ സ്പെൻഡ് ചെയ്യാതെ 320ന്റെ മുകളിൽ ലീഡ് എനിക്ക് വന്നു. പക്ഷേ സമയത്ത് എനിക്ക് എഡെക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, അനൗൺസ് ചെയ്തിരുന്നു, ആപ്ലിക്കേഷൻ വന്നു. പക്ഷെ എനിക്കത് പണി കഴിഞ്ഞില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ മണ്ടത്തരാണ്. എന്നെ ആവശ്യം കറിങ്ങാണ്ടേ ടോഞ്ചാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണതിന്റെ മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ പണി തുടങ്ങിക്കോട്ടോ, ബിൽഡിംഗ് ഒക്കെ എടുത്തിട്ട് പണിയൊക്കെ തുടങ്ങിക്കോണം, അത് കാണിച്ചിട്ട് തന്നെ. പക്ഷെ നമ്മളിവിടുത്തെ അറിയാലോ, ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ മിനിക്ക് പണി കഴിയുന്നില്ല, പണി അത് കഴിയാതെ തുടങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ 300 ഡാറ്റ എന്തുണ്ടായി, റെഡായി. കാരണം 3 മാസം വരെ വെയിറ്റ് ചെയ്തു. ഒരു ലീഡും ഒരു 2 വീക്കിന് മുകളിൽ വെയിറ്റ് ചെയ്യാത്തോടത്ത് ഈ 300ഓളം കുട്ടികൾ ഓലപ്പത്തിന് ഓർക്ക് പിയർ പ്രഷർ കൊണ്ടും ബാക്കിയുണ്ടൊക്കെ വേറെ കോഴ്സിനൊക്കെ പോയി. എന്നിട്ട് അതിന്ന് വെയിറ്റ് ചെയ്ത കുട്ടികൾ അവിടെ ഉള്ളത് ഒരു 3 മാസത്തെ. കുറെ ആൾക്കാർ ഫസ്റ്റ് വന്നിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തും കണ്ട് ഇവിടെ തന്നെ വരണം ഇറങ്ങണം, അവർക്ക് മരണ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വന്നതാ. എനിക്ക് ഈ അപ്ലിക്കേഷൻ കണ്ടപ്പോൾ ആളുകൾക്ക് ട്രസ്റ്റ് ആയി. കാരണം ഇതിപ്പോൾ ഞങ്ങളൊരു അത്യാവശ്യം വലിയ എമൗണ്ടോടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രീമിയം എന്നല്ല, കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം, എൻവയോൺമെന്റ് മാറ്റേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, 1.5 ലാഖിന്റെ അടുത്തുള്ള സ്ക്രീനാണ്, 85 ഇഞ്ചാണ്. ശരിക്കും അത്ര വേണ്ട, അത് 4K ഒക്കെ ഓടുന്ന സാധനമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ടൗണിലെ ഏറ്റവും ബെസ്റ്റ് വൈഫൈ, നല്ല ചെയർസ്, നല്ല ടാബിള്, നല്ല AC, എല്ലാം നല്ല കൊടുക്കാൻ വെച്ചെങ്കിൽ അവരിയ്ക്കുമ്പോൾ അവർക്ക് തോന്നും they want to feel they are going to upgrade. ഞാൻ ഇപ്പോൾ ഇരിക്കണോ, എൻ്റെ എൻവയോൺമെന്റ് നല്ല ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാം. കാരണം ഓൻ അടുത്തൊരു ചെറിയൊരു മൈൻഡ് സെറ്റിലേക്ക് പോവാതെ മൈൻഡ് സെറ്റ് വരണമെങ്കിൽ നമ്മൾ എൻവയോൺമെന്റ് മാച്ച് ആവണം. അപ്പൊ ആ രീതിക്ക് എന്ത് ചെയ്താണ് സെറ്റ് ചെയ്താണ്. അപ്പൊ അതിന് കുറച്ച് കാശ് വന്നു. ഇതൊക്കെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. അവർക്ക് എൻ്റെ ട്രസ്റ്റ് ഉണ്ട്, ആളുകൾക്ക് ട്രസ്റ്റ് വന്നു. അതിനുള്ള ഒരു മെയിൻ കാരണം വെച്ചെങ്കിൽ അവർക്ക് വിസിബിലിറ്റി കിട്ടി. ഇത്രത്തോളം ആളുകൾ അപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇത്ര ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പൈസ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊരു സാധനം ഓണാൻ വേണ്ടി പോവാണ്, പിന്നെ നമ്മളെ കുട്ടിയല്ലേ. പിന്നെ എല്ലാവരും പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ഐഡിയക്കല്ല ഫൗണ്ടേഴ്സിനാന്നുള്ള. ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാർ നോക്കുന്നത് ഫൗണ്ടേഴ്സിലാണ്. നമ്മളിവിടെ ഇതൊരു മോശപ്പേരുണ്ടാക്കിയേ, നമ്മളൊരാൾക്ക് ഒരു മോശപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ ജനങ്ങൾക്കല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക, നാട്ടിലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഞാൻ പണ്ട് മുതലേ ക്ലാസ് എടുക്കാൻ പോകും. പണ്ട് മുതലേ 2016 തന്നെ തൊമ്മന്റെ ഒരു മെന്റർഷിപ്പിന്റെ പുറത്ത് ക്ലാസ് എടുക്കാൻ പോകും. അപ്പൊ ഈ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുമ്പോൾ ഇവരൊക്കെ ഇതൊക്കെ അത് കാണുക, ഓൻ പറ്റും. പിന്നെ ഇവിടെ ടീച്ചറായിരുന്നു, പിന്നെ നാട്ടിൽ മാഷെന്ന് വിളിക്കപ്പോ അത് ഞാൻ ഐഡിയിൽ പോയതിനു ശേഷം അവർക്ക് മനസ്സിലായി ഓൻ ചെയ്യും. കാരണം നമ്മളൊരു മോശപ്പേരും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റിസൾട്ട് അവരുടെ മുമ്പിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതുകൂടി കണ്ടപ്പോൾ ട്രസ്റ്റ് ആയി, അങ്ങനെ തന്നു. നമുക്കിപ്പോ ഒരു സീരിയസ്ലി പറയുകയാണെങ്കിൽ ഒരു 1 ഇയർ കൊണ്ട് ബ്രേക്കിനാവും, അല്ലെങ്കിൽ 1.5 years കൊണ്ട് നമ്മളിപ്പോ റീഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാ. നമുക്കത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും വലിയൊരു സാലറി എന്നുള്ളതൊന്നുമല്ല, നമുക്കിപ്പോ നമ്മുടെ നാടാണ്. ഇപ്പോൾ ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ഫ്രണ്ട്ലി ആണ്. കുട്ടികൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത ഹോസ്റ്റൽ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു 2000 രൂപ. 2000 രൂപയുള്ളൂ ഹോസ്റ്റലിൽ. ഒരു സുഖമായിട്ട് കടന്നുറങ്ങാം. വാഷിംഗ് മെഷീൻ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, അടിയിൽ സൂപ്പർ മാർക്കറ്റ്, എല്ലാ സൗകര്യം ഉണ്ട് ഇവിടെ തന്നെ. എന്തുകൊണ്ട് ചെർപ്പശ്ശേരി ആവണ്ട. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീടിന്റെ അടുത്താണ്, ഒരു 5 മിനിറ്റിന്റെ ട്രാവലിംഗ് ഉള്ളൂ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്. റഫീഖിന്റെ പാർട്ണർക്ക് ഒരു 5-6 മിനിറ്റിന്റെ ട്രാവലിംഗ് ഉള്ളൂ. നമ്മളെ നാടാണ്. അപ്പൊ ഈ രീതിക്ക് എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ അങ്ങനെ സെറ്റാണ് കാര്യങ്ങൾ. അപ്പൊ ഫിനാൻസിന്റെ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടാവില്ല. ഫിനാൻസിന്റെ പ്രശ്നം എനിക്ക് വന്നില്ല വെച്ചെങ്കിൽ ആ ഒരു ട്രസ്റ്റിന്റെ പുറത്ത് ആൾക്കാർ തന്നു. ആളുകളല്ല, എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി അല്ലേ, ഫാമിലി ഫ്രണ്ട്സ് തന്നെ. സെക്കൻഡ് വന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ഒരു ഇതെന്താണ് കൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ നാട്ടിലുള്ള ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞെങ്കിൽ അവരെ ബ്രാൻഡ് ആവേണ്ടി പറയുന്നില്ല, കേരളത്തിലെ 1 ഓഫ് ദ ടോപ്പ് ഫൗണ്ടേഴ്സും ഇവരൊക്കെ എന്നെ പേഴ്സണലി ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ക്രിയേറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അത് ടോപ്പായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, സംസാരിക്കാൻ ഇൻട്രസ്റ്റ്. അവരൊക്കെ നോക്കുന്നത് ബാക്കിയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എന്താണ് ഇവിടെ നടക്കണമെന്ന് ആർക്കും അറിയില്ല. എഡെക്സ് എന്ന് പറയുന്നുണ്ട്, കുറെ വീഡിയോ കാണുന്നുണ്ട്, കുറെ കുട്ടികൾ നന്നായിട്ട് ഗ്രോത്തിന്റെ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ചർച്ചകൾ വരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കണം റെസിപ്പി ആർക്കും അറിയില്ല. ഇല്ല,
അത് ഞാൻ സീക്രട്ട് ആക്കി വെച്ചൊന്നല്ല, ഞാൻ വെച്ചെങ്കിൽ കുട്ടികളെ ജീവിതം കൊടുക്കുക, ഇവിടെ ഞങ്ങൾ ഓലെ കൂടെ നടക്കുക, ഞങ്ങൾക്ക് ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഓലെ കൂടെ യാത്ര ചെയ്യും, ഓലെ കൂടെ ടർഫ് പോകും, ഓലെ കൂടെ ഫുഡ് കഴിക്കാൻ പോകും, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരെ സപ്പോർട്ട് ചെയ്യും, ഇതാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കുറെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ്, അപ്പോൾ ആൾക്കാർ ചോദിക്കണം, എടാ എനിക്ക് സിലബസ് ഇല്ല, സിലബസ് ഉണ്ട്, സിലബസ് നല്ല എൻ്റെ അടുത്തുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങളാണ്, ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണം, അതാണ് ഞാൻ റൂട്ട് മാപ്പ് ഉണ്ട്. അതായത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന രീതിക്ക് ചെയ്യണം എന്നുള്ളതില്ല, ഇന്ന രീതിക്ക് ചെയ്താൽ പറ്റുന്നില്ല, ഞാനൊരു സാധനം ഇട്ട് കൊടുക്കുകയുള്ളൂ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ കോളേജ് പഠിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം, സെലക്ട് ദ ആൾട്ടർനേറ്റീവ്, ഇവാലുവേറ്റ് ദ ആൾട്ടർനേറ്റീവ്, അങ്ങനെ സ്റ്റെപ്പാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ABC എന്ന് പറഞ്ഞൊരു കമ്പനി, നോക്കിയ ഒരു കമ്പനി, നേരത്തെ നമ്മൾ ഡിസ്കഷൻ നോക്കിയ കമ്പനി, ദേ ആർ ഫേസിങ് സം സെയിൽ ഡ്രോപ്സ് ഇൻ അല്ലെങ്കിൽ പ്രീവിയസ് 10 years കേസ് സ്റ്റഡി ഇല്ല. ഫോർ എക്സാമ്പിൾ ചെർപ്പശ്ശേരി ഒരു ഷോപ്പ് എടുത്തോ, ചെർപ്പശ്ശേരി നോക്കിയ ഒരു കട ഉണ്ട്. ഈ നോക്കിയ കടയിൽ പ്രീവിയസ് 5 years 10 years ആയിട്ട് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ലാസ്റ്റ് ഇയർ ആയിട്ട് എന്തുണ്ട്, പ്രോഫിറ്റ് ഡിപ്പ് വന്നു. ദർ ഇസ് എ പ്രോബ്ലം, ഹൗ വി കൻ ടാക്കിൾ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം, അവിടെ പോയി റിയൽ ആയിട്ട് പോകണം. അപ്പൊ അവിടെ പോയി, അപ്പൊ സെയിൽ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അവരവിടെ പോയി അതിനെക്കുറിച്ച് പഠിച്ച് ഇന്റേണൽ പ്രശ്നമാണോ, ദാറ്റ് മീൻസ് അവിടെ സ്റ്റാഫിന്റെ അങ്ങോട്ടുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ ഷോപ്പിലുള്ള ഫീച്ചേഴ്സ് ഫെസിലിറ്റിന്റെ പ്രശ്നമാണോ, ഇത് ഇന്റേണൽ പ്രശ്നമാണോ എക്സ്റ്റേണൽ പ്രശ്നമാണോ എന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അവർ ഇതിനുള്ള ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യണം. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യണം, പുറത്തറിയിക്കണല്ലോ ഞങ്ങൾ ഈ പ്രശ്നമൊക്കെ മാറ്റണുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ആഡ് കൊടുക്കാം, ഹോർഡിങ്സ് കൊടുക്കുക, വെബ്സൈറ്റ് കൊടുക്കുക, ടെസ്റ്റിമോണിയൽ വാട്ടവർ ബ്ലാബ്ല പത്രത്തിൽ കൊടുക്കുക. ഇതൊക്കെ ചെയ്യാന്നുള്ള സാധനം ആരംഭ പ്രസന്റ് ചെയ്യുന്ന അറിയോ, ആ കടയുടെ ഓണർ മുമ്പിൽ. ഞാനപ്പോൾ ഓണർ എങ്ങനെ ഇത് കുട്ടികൾ കേട്ടാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ഓണറോട് പറയാം മാക്സിമം കുട്ടികളെ വൂണ്ട് ചെയ്യാൻ പറയാം, ക്വസ്റ്റ്യൻ ചോദിച്ചാലും മലക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഐ എം റെഡി ടു സ്പെൻഡ് 10 lakh rupees, വാട്ട് ഇസ് ROI? ഇപ്പോൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ ROI അറിയില്ല, റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് അറിയില്ല, ഇതൊന്നും അറിയാതെ എൻ്റെ സമയം എന്തിനാ കളിച്ച് ചൂടാവണം. അത് മോശം ഓനോട് കോസ്റ്റ് വെച്ചിട്ട് കൊടുക്കണം, ഡാറ്റ വെച്ചിട്ട് കൊടുക്കണം. അപ്പം ഓനാകെ പ്രഷർ എടുക്കും. ആ ക്വസ്റ്റ്യൻ ആ ഓണർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട് അവർ മനസ്സിലാക്കുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒന്ന് അത് മാത്രമല്ല, അവനെ പ്രഷർ എടുക്കുമ്പോൾ ഞങ്ങളെ മെന്റേഴ്സ് ഹീൽ ചെയ്യും. റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഇത്രേ ഉള്ളൂ, അത് കൊടുത്തതിന്റെ പൈസ എനിക്ക് മനസ്സിലായി, ഓക്കെ, അങ്ങനെ കണ്ട് എന്ത് ചെയ്യും, സാറോട് ഇതാക്കിയിട്ട് ഞാൻ ആക്കിയിട്ട് അടുത്ത്. അപ്പം ഇതിനെ പ്ലാൻ ചെയ്യും ഞാൻ എന്തെന്ന് വെച്ചെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് കൊടുക്കാൻ, ഈ ഷൗട്ടിങ്ങിൽ ബ്രേക്ക് കൊടുക്കുക. ആ ബ്രേക്കിന്റെ ഇടയിൽ എന്ത് ചെയ്യും, മെന്റേഴ്സ് പോയിട്ട് ഓല് ഹീൽ ചെയ്യും, അല്ലെങ്കിൽ ആ മരുന്ന് വെച്ച് കൊടുക്കും മൂഡില്. അപ്പൊ എന്ത് ചെയ്യും, ഓല് ഇത് വന്ന് പറയുമ്പോൾ ആൾക്ക് അത് പെട്ടെന്ന് പഠിയും, അറിയാളൂ ആൻസർ പറയാനല്ലോ, ഇത് പ്രിപ്പയർ ചെയ്ത് വന്ന് പറഞ്ഞിട്ട് വിടുക. ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവിംഗ് പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് പ്രോബ്ലം. അതായത് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കൂടെ അപ്പൊ തന്നെ അവർ പ്രശ്നത്തിന് നേരിട്ടു, ആ സൊല്യൂഷൻ അപ്പൊ തന്നെ കൊടുത്തു, അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി, മാർക്കില്ല. ഇല്ല, ഇപ്പൊ നമ്മളൊരു ചൂടളത്തിൽ വീണ പൂച്ചാന്നറിയില്ല, അതന്നെ സാധനം. അപ്പൊ ഇതിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് മാത്രമല്ല ഇമ്പ്രൂവ് ആണ്, ഒരു ക്രിട്ടിക്കലി ചിന്തിക്കും, അവര് ലീഡർഷിപ്പ് എടുക്കുന്നുണ്ട്, അവരെ പാനൽ ഡിസ്കഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസ് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ക്യൂമുലേറ്റീവായിട്ട് പഠിക്കുന്നത്. പ്രോബ്ലം സോൾവിംഗ് മാത്രമല്ല, ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കണത്. മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങൾ ഒരു മെത്തേഡ്. ഇത് ബാക്കിയുള്ളവർ ഇപ്പൊ എനിക്ക് എടുത്തോട്ടെ, കാരണം കുട്ടികൾക്ക് നല്ലതല്ലേ, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിക്കാണ്. അപ്പൊ ഈ രീതിക്ക് കിട്ടുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ആ ഒരു ഗ്രോത്തും ആ സാധനത്തിലേക്ക് വരും. ഇതാണ് സംഭവം. അതാണ് ഇപ്പൊ നമ്മള് അതിലൂടെയാണ് നമ്മൾ സോൾവ് ചെയ്തത്. രണ്ടാമത് ഇനി നമ്മളിപ്പോ കുട്ടികളുടെ കാര്യം തന്നെ ആയിക്കോട്ടെ, കുട്ടികൾ ഇതേപോലെ തന്നെ ഒരു കോഴ്സിന് അവർ ഓപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സൊസൈറ്റിയിൽ കുറെ കോഴ്സുകൾ വേറെ ഉണ്ട്. അപ്പോൾ പലരും ഈ പിയർ പ്രഷർ കാരണം അവൻ അതാണ് എടുക്കണത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണത്, അവിടെ പോയിട്ട് ഞാൻ പഠിക്കാം. എങ്ങനെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഏത് ഏരിയയിലാണ്, അത് എങ്ങനെയാണ് എഡ്എക്സ് ലൈഫ് സ്കൂളിൽ അവർക്ക് അതിനുള്ള ഒരു അവസരം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് എല്ലാ കോഴ്സിനും സ്കോപ്പ് ഉണ്ട്, എല്ലാ കോഴ്സിനും ഭയങ്കര സ്കോപ്പാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന സ്കോപ്പാണ്, കോഡിങ്ങിന് വരുന്ന സ്കോപ്പാണ്, എന്താ പറയുക ലോജിസ്റ്റിക്സിന് വരുന്ന സ്കോപ്പാണ്. നമ്മൾ ഈ കാണുന്ന BCom BBA ഒക്കെ എല്ലാത്തിനും BCom സ്കോപ്പാണ്. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, പഠിക്കേണ്ട രീതിക്ക് പഠിക്കണം, പഠിക്കേണ്ട സ്ഥലത്ത് പഠിക്കണം, ഇതിലാണ് കാര്യം. പിന്നെ വേറൊരു കാര്യം, ഒരു കുട്ടി ഇപ്പോൾ ഒരു എല്ലാവരും CMA ACCA എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അത് നമുക്ക് മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതെങ്ങനെ ചെയ്യാന്നുള്ളതിന് 2 ഉത്തരവുള്ളൂ. ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന്, കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ മിനി പ്രൊജക്റ്റുകളോ മിനി ആയിട്ട് ഇപ്പോൾ സാധനങ്ങൾ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവും അതിന് പറ്റുന്ന ഒരാളാണെന്നുള്ളത്.
അതായത് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബോൾ സ്റ്റെമ്പ് പോവാണോ അടിക്കാൻ പറ്റണമെന്നുള്ളത്. അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൗണ്ട് വലുതാക്കിയിട്ട് വലിയ ടൂർണമെന്റ് കളിക്കാം. അടിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കാന്നുള്ളത്, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും കയറി പോവാന്നുള്ളത്. സെക്കൻഡത്തെ ഒരു ഓപ്ഷനാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. സയന്റിഫിക്കലി പറഞ്ഞത് 100% അക്യൂറേറ്റ് ആവുന്നല്ല, ഒരു 50% അക്യൂറേറ്റ് ആയാലും ആ കുട്ടിക്ക് 0 ഉള്ളിടത്ത് 50 കിട്ടല്ലേ. ഈ 2 ഓപ്ഷൻ ഉള്ളത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം ഏത് കോഴ്സ് ചെയ്യണം. ഇപ്പൊ നിങ്ങളോട് പറയാണ് ഇന്ന സ്കോപ്പ് അതിന് പെയ്ക്കോ, ഒരിക്കലും പോരുത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ ആയാലോ ഒരാള്, ഇപ്പൊ 18 വയസ്സുള്ള ഒരു പയ്യന് ഗ്രാൻഡ് മാസ്റ്റർ ആയി. ഈ ഗ്രാൻഡ് മാസ്റ്റർ ആയ കുട്ടീനെ എന്റെ മുമ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞ ഓണ്ടർപ്രണർ ആയിക്കോന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം എനിക്കതാണ് ഏറ്റവും അടിപൊളിയായി തോന്നുന്നത്. അപ്പൊ ഞാൻ പറയാം, ഈ ഇത് ചെസ് കളിച്ചടക്ക ചങ്ങായി വല്ല ഓണ്ടർപ്രണർഷിപ്പിനും പോയിക്കോ, വല്ല ബിസിനസ് ഉണ്ടായിക്കോ, MVP ഇതിന് കണ്ട് PMF ആയി പോയി. പക്ഷെ ഒരാൾ കേട്ട് വന്നവൻ ഗ്രാൻഡ് മാസ്റ്റർ ആവില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെ ഇന്നത് ഒരു, ഞാൻ ഇത് ഉപദേശിക്കുന്നവർക്ക് പറഞ്ഞത്, നിങ്ങളത് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്നതൊക്കെ ഉണ്ട്, ഇന്നതൊക്കെ ഉണ്ട്, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നതിന് ഇന്ന സ്കിൽസ് ആണ് ഉള്ളത്, ഇന്നതിന്റെ ഔട്ട്കം എന്നതാണ്, ഇന്നതിന്റെ ഔട്ട്കം അതാണ്, ഈ രീതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരിഷ്ടമുള്ള ചൂസ് ചെയ്തോട്ടെ. അവർ ഫെയിൽ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ചിലർ പറഞ്ഞിട്ടെ, ഞാൻ 1 ഇയർ എടുത്തിട്ടാണ് മനസ്സിലാക്കിയത് എനിക്കത് പറ്റാത്ത കോഴ്സാണ്. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി 1 ഇയറിലെ വേസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മൊത്തല്ലേ. ഇപ്പൊ എല്ലാവരും പറയാം, ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത പ്രശ്നമുണ്ടോ. ഞാൻ നിങ്ങളെ ഫാമിലിനെ പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്യണം, ഫാദറിനോടും മദറിനോടും ഇരുത്തി സംസാരിക്കുക. അപ്പോൾ അവരോട് പറയാം, ഞാൻ എൻ്റെ 1 ഇയർ എനിക്ക് കളയാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ എന്ത് ചെയ്യും, അതിൽ സ്ട്രഗിൾ ആയിട്ട് പോവും. ഇപ്പൊ അതിന് 3 BHK ഒരു മൂവി വന്നിട്ടുണ്ട്, സിദ്ധാർത്ഥിന്. ആ മൂവിയിൽ ഒന്ന് എല്ലാവരും ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് കാണുക, അതിൽ ഇതൊരു തീം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അയാൾ ഒരു കാര്യം കൂടി ചെയ്യണം, അയാൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം കൂടി അയാൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ വർക്കിംഗ് എൻവറോൺമെന്റ് എന്താണ് ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളത്, അത് മുമ്പേ തന്നെ പോയിട്ട് ഇന്റേൺഷിപ്സോ അങ്ങനെ ഈ കോഴ്സിന് ഇന്റേൺഷിപ്സോ കാര്യങ്ങളോ ചെയ്തിട്ട് നോക്കിയിട്ട്. ചിലർക്ക് ഒന്നും പറ്റുന്നുണ്ട് കേട്ടോ, മാർക്കറ്റിംഗ് പറ്റൂല, സെയിൽസും പറ്റൂല, HR പറ്റില്ല, ഓപ്പറേഷനും പറ്റില്ല. ഞാൻ അവരുടെ കേസല്ല പറഞ്ഞത്, അവർക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി, ഞാൻ അതുകൊണ്ട് പറഞ്ഞത് സ്പെസിഫിക്കലി. അപ്പോൾ ഓന് മാർക്കറ്റിംഗ് നോക്കി എനിക്ക് പറ്റുന്നില്ല, ഓക്കെ സെയിൽസ് നോക്കിക്കോ, സെയിൽസ് നോക്കി എനിക്ക് പറ്റുന്നില്ല, ഫിനാൻസ് നോക്കി അതും പറ്റുന്നില്ല. അത് നമുക്കിതില് അത് നമുക്ക് ഒരു വർധന സാധനം. എന്താ വെച്ചാൽ ഒരു ജോബ് എൻവറോൺമെന്റ് മുമ്പ് കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഏതിൽ പിടിച്ചിട്ട് കഴിഞ്ഞാലും അവിടെ പോയിട്ട് ഈ ആൾക്കാരെ ജെല്ലാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ചിലപ്പോൾ പറ്റുണ്ടാവില്ല. ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ രീതിക്കുള്ളതുണ്ട്. പിന്നെ അതിൽ പാരന്റിങ് എന്നുള്ളൊരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യണം വിചാരിച്ച പാരന്റ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ചില ആൾക്കാരുണ്ടാവും, നീ എഞ്ചിനീയർ ആയാൽ മതി, നീ ഡോക്ടർ ആയാൽ മതി, പക്ഷെ അവർക്ക് ചിലപ്പോൾ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ പെർസ്യൂ ചെയ്യണ ലോകത്തിനെ പെർസ്യൂ ചെയ്യുന്ന രീതി അവർ വേറെ രീതിയിലായിരിക്കും. ഇങ്ങനെ ആവശ്യമായി എനിക്ക് വീഡിയോ കാണുന്ന പാരന്റ്സിനോട് പറയാനുള്ളത്, എൻ്റെ ഫാദറും മദറും ഡിഫറെൻ്റ് ആണ്, ഗോകുൽ ബ്രോന്റെ ഫാദറും മദറും ഡിഫറെൻ്റാണ്. നമ്മളെ ജീന്, നമ്മളുടെ ഐക്യു, നമ്മൾ കഴിച്ച ഫുഡ് അടക്കം എന്താണ് നമ്മളുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന എൻവയോൺമെന്റ്, ഞാൻ ഉറങ്ങുന്ന എൻവയോൺമെന്റും നിങ്ങളങ്ങനെ ഡിഫറെൻ്റാണ്. നമ്മൾ ജനിച്ചു വളർന്നത്, നമ്മളുടെ ബ്രെയിനൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഇന്നതാണെന്ന് പറയുന്നത്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്, ആദ്യം മനസ്സിലാക്കുക, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മകനെ എഞ്ചിനീയർ ആക്കണം എന്ന് വാശി പിടിച്ചിട്ട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ്, ഒരു ഫോട്ടോ ഉണ്ട്, അതിൽ കാണിക്കുന്ന വീഡിയോ ആണ്. ഒരു കൂട് തുറന്നിട്ട് ഒരു പക്ഷിനെ എന്ത് ചെയ്യുന്നതാണ്, വലിയൊരു പക്ഷി, എന്ത് പക്ഷിയെന്ന് അറിയില്ല എനിക്ക്, പക്ഷിനെ തുറന്നോട്ട് പറക്കാൻ വയ്ക്കുന്നില്ല. ഒരു കൂട് കൂട്ടിൽ എത്ര കാലം കൂട്ടിൽ കഴിഞ്ഞിട്ട് പുറത്തേന് തുറന്നിടും പറക്കം വയ്ക്കുന്നത്, കുറെ ചിറകട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികളും ഈ കിളികളായിട്ട് ജീവിക്കുന്നുണ്ട്. ടോക്സിക് പാരന്റിങ് കൊണ്ട് പാരൻസ് പുറത്ത് വിടാതെ, കുട്ടികളെ ഒരു പരിപാടിക്കും വിടാതെ, കുട്ടികളെ അടിമകളെ പോലെ വളർത്തി. അവർ വിചാരം കുട്ടികൾക്ക് നല്ലത് ചെയ്തെന്നാണ്. പുറത്ത് കളിക്കാൻ വിടാതെ, കുറച്ചൊരു പരിപാടിക്ക് വിടാതെ, ഒരു ടൂർ പോലും വിടാതെ വീട്ടിലിരുത്തി വളർത്തി. ഒരു 25-21 വയസ്സ് ചെയ്യുമ്പോൾ പുറത്ത് പോ, ഇവിടെ നിൽക്കല്ലേ, ബാക്കിയുടെ പണിക്ക് പോകുന്ന പറയുമ്പോൾ എനിക്ക് പറ്റൂല. അത് വീട്ടിൽ വളർത്തിയൊരു പെറ്റിനെ നമ്മൾ കാട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ, വീട്ടിൽ വളർത്തിയ സാധനത്തിൽ പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കള് ഇപ്പൊ ബാക്കിയുള്ള ദുശീലങ്ങൾക്ക് പോകുന്ന കൺട്രോൾ ചെയ്യണം. ഞാൻ അത് ഇഷ്ടം കൊണ്ടാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ഒരു കൺസേൺ വേണം. ഇപ്പൊ ഞാൻ എന്റെ മക്കളെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ വിടേണ്ട സ്ഥലങ്ങളുണ്ടേ. ഇപ്പൊ ഒരു NSSന്റെ ക്യാമ്പിന്, എന്റെ കുട്ടി ബെഡ്, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടിയോട് ഈ വാട പറയുമ്പോ എന്റെ വീട്ടിലും അപ്പ സമ്മതിക്കൂല, അമ്മ സമ്മതിക്കൂല, എന്തായാലും ഉപ്പ സമ്മതിക്കൂല, ബെഞ്ച് കിടക്കണ്ടേ, തണുപ്പല്ലേ, ഡിസംബർ മാസല്ലേ. എന്താ ഡിസംബർ മാസം ഒരാഴ്ച ഇതിൽ കടന്ന പിടിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞുതരാ, ഈ ഒരു സംഭവം പാരന്റ്സിന്റെ അടുത്തുണ്ട്. ഇവർ വിചാരിക്കുന്ന വെച്ചെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് പറയും എന്റെ കുട്ടി ഒരു മൊണ്ണയാണ് പറയും, ഓലിനെ ലാസ്റ്റ് സമ്മതിക്കും. കാരണം കല്യാണം അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് ബാക്കിയുള്ളൊരു സംഭവം വരുമ്പോ
അപ്പൊ മുന്നിട്ടിറങ്ങണ്ടേ? ഇപ്പൊ വീട്ടിലൊരു പ്രളയം അല്ല നാട്ടിലൊരു പ്രളയം വന്ന് ഒരു പ്രശ്നം വന്ന് ആരാ മുന്നിട്ടിറങ്ങാ? അപ്പൊ ഞാൻ പറഞ്ഞത് ആ രീതിക്ക് നിങ്ങൾ മക്കളെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. ഒരിക്കലും ദയവ് ചെയ്ത് കണ്ട് നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശരിക്കും നിങ്ങൾ കുഴിക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഒരിക്കലും ആ ഒരു ദ്രോഹം ചെയ്യരുത് എന്നാണ് എനിക്ക് പാരന്റ്സിനോട്. ഞാൻ അങ്ങനത്തെ കുട്ടികളെ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇമോഷണലി കൂടി കാര്യം പറയുന്നത്. പാരന്റ്സിനെ ശ്രദ്ധിക്കുക. പിന്നെ ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സ് അതായത് നമ്മൾ സ്കൂളിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ടീച്ചേഴ്സിന്റെ ഒപ്പം നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം ആ എൻവറോൺമെന്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോ ടീച്ചേഴ്സ് നല്ല ടീച്ചർമാരുണ്ട്, ഇതേപോലെ ടോക്സിക് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട്. രണ്ട് വിഭാഗമുണ്ട്. ചിലപ്പോ 1% അല്ലെങ്കിൽ 5% ടീച്ചേഴ്സ് ആയിരിക്കും ഈ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പൊ ചെറുപ്പത്തിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ അടുത്തുണ്ടായ ദുരനുഭവമായിരിക്കും മനസ്സിലൊരു കോറലായിട്ട് കിടക്കുന്നുണ്ടാവുക. ഈ സാധനം മനുഷ്യന്റെ മൈൻഡിൽ കയറും. നമ്മൾ എത്ര എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികളൊക്കെ ആകുമ്പോൾ അവരുടെ മൈൻഡിൽ കയറും. ഒരുത്തിന് എന്നോട് ഭയങ്കര ദേഷ്യം, ഒരു കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് എന്നോട് നല്ല ഭയങ്കര ദേഷ്യം. ബാക്കിയുള്ളവർക്ക് എന്നോട് കൂടെ നിന്ന് വർത്തമാനം കളിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഇവർ ഇരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം പിടിച്ചു. ഞാൻ പിടിച്ചിട്ട് നമുക്ക് ചായ പിടിക്കാൻ പറഞ്ഞിട്ട് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി. ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് ഇത് ശരിക്കും ഉണ്ടായതാ ഈ ഐഡിയൽ കോളേജിൽ പറഞ്ഞുതരാം. അപ്പൊ ചിലപ്പോൾ പറഞ്ഞിട്ട് ക്ലാസ് കുട്ടികൾക്ക് എനിക്ക് മനസ്സിലാണ്ടാവും. ഞാൻ കൊണ്ടുപോയി ഇരുത്തി, എന്താ എൻ്റെ പ്രശ്നം, എന്തിനാക്കി ഞാൻ എന്ത് ചെയ്ത്? കാരണം ഞങ്ങൾ ബാക്കിയുള്ളത് ഞങ്ങളൊരു എൻ്റെ അനിയനെ ഇതുപോലെ കാണുന്നത്, നിങ്ങൾക്ക് എന്താ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഓന് ലിസൺ ചെയ്യുന്നേ അല്ല. നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, വരുന്നുണ്ടോ? പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇതാണ് എൻവറോൺമെന്റ് എൻജോയ് ആയിട്ടാണ് കുട്ടികൾ പഠിക്കണം പറഞ്ഞാൽ മതി, അതൊന്നും വിഷയമില്ല. അപ്പൊ ഇപ്പൊ സമയം കൂടി പറഞ്ഞിട്ടോ, സമയം 10 മണി ആയിക്കണു. കുട്ടികൾ ഇപ്പോൾ അവിടെ ചാടി കൊച്ചുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ക്യാൻറ്റീനെ കൊണ്ടുവരുത്തി സംസാരിച്ചപ്പോ ഓൻ പറഞ്ഞത് ഓൻ്റെ ഒരു പ്രിൻസിപ്പള് വേറെ ഒരു കുട്ടി ബസ്സിൽ ചാടി കയറി. ബസ് നിർത്തിയിട്ട് ബസ്സിൽ ചാടി കയറിയപ്പോ ബാഗ് കണ്ടു. ബാഗ് നോക്കിയപ്പോ ഇവന്റെ സെയിം ബാഗുള്ള വേറെ തന്നെ കയറിക്കണ്. മുപ്പര് ബാഗ് നോക്കി ഇവനെ കുട്ടികളായിട്ടും കണ്ട് തച്ചു. അന്നും അവന്റെ മൈൻഡ്സ് കയറിയ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെയാണ്. ഞാൻ ഓൻ കരഞ്ഞു പറഞ്ഞതല്ലേ, ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല. സാറ് അന്ന് ബസ്സിൽ ചാടി കയറുന്ന കണ്ട് സ്കൂൾ ബസ്സിൽ ചാടി കയറിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ ബാഗ് നോക്കിയിട്ട് ഫേസ് കണ്ടിട്ടില്ല. ബാഗ് നോക്കിങ്ങാണ്ട് കുട്ടി ചോദിക്കൂടെ ചെയ്യാൻ തച്ചു. ആ കുട്ടിയുടെ മനസ്സിൽ കയറി UP സ്കൂൾ പഠിക്കുമ്പോൾ മനസ്സിൽ കയറിയ സാധനം കോളേജിൽ എത്തിയിട്ട് എനിക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അത് തന്നെ അടിച്ചാളാ. ഞാൻ സംസാരിച്ചോട്ടെ, അത് അങ്ങനെ അല്ല. അനക്ക് നമുക്ക് ഓരോരുത്തരെ പല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാലും കുറച്ചിട്ടുണ്ടെങ്കിലും മൊത്തം റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ സാധനം കയറും. ഇപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, കുട്ടികൾ ഡിഫറെന്റാ. 50 പാരൻസിന്റെ മക്കളാ. ഒരിക്കലും നമുക്ക് അവർക്കൊരു ബെസ്റ്റ് ടീച്ചർ അങ്ങനെ ഇന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു എത്തിക്സും ഒരു മോറൽ വാല്യൂ ഉണ്ടാക്കി വെക്കുക. നമുക്ക് തെറ്റുപറ്റി, ഇപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു മിസ്റ്റേക്ക്, ഒരു കുട്ടിക്ക് മാർക്ക് ഇന്റേണലിൽ കൊടുക്കാം, കൂട്ടിയപ്പോൾ തെറ്റി, മാർക്ക് ഇട്ടപ്പോൾ ഒരു ആൻസറിൽ മാർക്ക് കുറഞ്ഞു. കുട്ടികളൊന്നും ചോദിക്കുമാർ ചിലപ്പോൾ സൗണ്ട് കൊടുക്കും, സാർ എന്തെനിക്ക് ടീച്ചർ മാർക്ക് കുറവില്ല, എടാ സോറിടാ ഞാൻ കൂട്ടിയപ്പോൾ തെറ്റിയെന്ന് പറഞ്ഞ് തീരും. ചില ടീച്ചർ അത് അങ്ങനല്ല. അവർ കുട്ടികളെ താഴാൻ എന്താണ് മടിയാണ്. അത് ഈഗോ. ഞാൻ പറഞ്ഞത് അത് അവിടെ വലിയ പ്രശ്നത്തിലേക്ക് പോവാ. ഇപ്പൊ ഒരു കുട്ടി തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിലൊക്കെ എന്താ വെച്ചെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് പോകും. ഇപ്പൊ സിനിമ ഇറങ്ങിക്കണം, അതിന്റെ കഥയിൽ ഒരു സീന് കാണിക്കുന്നുണ്ട്. വിലായത്ത് ബുദ്ധയിൽ ഇപ്പൊ ഒരു സ്റ്റോറി, അതിൽ ഒരു ടീച്ചർ സ്റ്റുഡൻസിന്റെ കണക്ഷൻ കാണിക്കുന്നുണ്ട്. സ്റ്റോറി പറഞ്ഞ ചിലപ്പോ തിയേറ്ററിലൂടെ അപ്പൊ അതാണ്. അപ്പൊ ഒരു സാധനം ഉണ്ട്. നമ്മള് ഞാൻ ഇപ്പോഴത്തെ കുറെ ടീച്ചേഴ്സ് മാറിയിരിക്കണം. ഇപ്പൊ വരുന്ന കുട്ടി ജെൻസി ടീച്ചേഴ്സ് ആണ്. ഇപ്പൊ കുറെ കോളേജിലൊക്കെ ജെൻസി ഞാൻ കാണുന്നുണ്ട്, ഭയങ്കര അടിച്ചുപൊളിക്കുന്ന ടീച്ചേഴ്സ്. എനിക്ക് ഭയങ്കര അസൂയാണ് കാണുമ്പോൾ, കാരണം ഞാൻ കോളേജിലൊക്കെ നടന്നിരുന്നതാ. അപ്പൊ ഈ രീതിക്കുള്ള ടീച്ചേഴ്സ് ഒരു മാറ്റമുണ്ട്. പക്ഷെ ചിലരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരോടെ വാശി ഓടിക്കണത്, ആരുടെ വാശി ഓടിയാണ്? കുട്ടികളോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടികൾ തന്നെയാണ്. അതിന്റെ മേലൊക്കെ ഡെഫിനിഷൻ കൊടുക്കണം. കുട്ടികളാണ് മോൾഡ് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ടോക്സിക് ആയിട്ട് പരിപാടി കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട. ചിലർക്ക് മടിയാണ് ടീച്ചേഴ്സിന്, മടിയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ചില ടീച്ചേഴ്സ് പഠിക്കാൻ റെഡിയല്ല. ഇപ്പൊ FIUGP എന്ന് പറഞ്ഞ പ്രോഗ്രാം 4 ഇയർ ഡിഗ്രിയാണ്. അതിനെ കുറിച്ചിട്ട് കുറെ അവയർനെസ് ഇല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരുടെ കേസില്ല, കുറെ പേർക്ക് അതിനെ കുറിച്ച് അവയർനെസ് ഇല്ല. ഈ ഒരു മിസ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, അവര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണത്. ആ കുട്ടികളാണ് ആ മൈൻഡ് കയറി. ഇപ്പൊ ഒരാൾ പറയുന്നുണ്ട്, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് ചെറിയൊരു തോട്ടായി തോന്നിയ കാര്യം, ഒരു മല കയറിയ ഒരാൾക്ക് മല കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടും അവിടെ കയറിയുള്ള വ്യൂവിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ്, ചില ബിസിനസ് ട്രേഡിങ് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർമാർ ശരിക്കും ഒരു IPO, ഒരു ട്രേഡ് പോലും ഷെയർ പോലും മേടിച്ചിട്ടുണ്ടാവില്ല.
അവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ പെയിന് ശരിക്കും അറിയില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാം ടെക്നിക്കലി അങ്ങനെ പോസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ചെറുതായിട്ടെങ്കിലും ഒരു വൈറ്റ് ലാബിൽ ഇതിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കണ സാധനം ഒന്ന് കാരണം ഞാൻ പറയാം, നോളജിനല്ല കുട്ടികൾ വരുന്നത്. നോളജിനാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ നെറ്റ് ക്വാളിഫൈഡാണ്, ഗവൺമെന്റിലേക്ക് ടീച്ചിങ് ക്വാളിഫൈഡാണ് ഞാൻ. ഇപ്പം നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഞാൻ ഒരു ക്ലാസ് എടുക്കണം, നന്നായിട്ട് എന്നെയാണ് നന്നായിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കണം, ഫ്രീ ആയിട്ട് യൂട്യൂബിലുണ്ട്. ഇപ്പം ഞാൻ മാർക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യണം യൂട്യൂബിലുണ്ട്, പോഡ്കാസ്റ്റ് ആയിട്ട് മതി. കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നോളജ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ആ എക്സ്പീരിയൻസും നിങ്ങൾ ആ സ്റ്റോറികളും നിങ്ങൾ ആ പെയിനൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് അവർ മിക്കവാറും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഇപ്പൊ ആ കുട്ടിക്ക് പ്രിൻസിപ്പൽ അടിച്ചു എന്ന് പറഞ്ഞു, അതിലൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇവനിത് എവിടെ പോയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യും, ആരോട് പോയിട്ട് പറയും? ഇപ്പൊ മറ്റേ പ്രിൻസിപ്പളിനോട് തന്നെ പറഞ്ഞു, അയാളത് ഇതാക്കി. അല്ല, ആള് ഇപ്പൊ പറഞ്ഞപ്പോ ഓൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഓനെ കരഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, ഇത് ഞാനല്ല, ഞാൻ പ്രിൻസിപ്പളിന് റിസൾട്ട് കിട്ടിയില്ല, അടിച്ചോണ്ടിരിക്കുക, അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പോകാൻ പറഞ്ഞു. പാരന്റ്സ് അറിയും അങ്ങനെ പ്രിൻസിപ്പൾ എന്നാണ് പറയാ, ആയിരിക്കും ചാടി കയറി ഉണ്ടാവുക. അപ്പൊ ഒന്നുകൂടി ഇമോഷണലായി. അപ്പൊ ആ ട്രഡീഷണൽ സ്കൂളിൽ നമ്മൾ ഇപ്പൊ ലൈഫ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർ അത്രയും കണക്റ്റഡ് ആണ്. അതെ, ഇപ്പൊ ഇവൻ ആരോടും മിണ്ടാണ്ട് ഇത് മനസ്സിൽ വെച്ചിട്ട് ചിലപ്പോൾ കൊല്ലങ്ങളോളം ഇരുന്നുണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഒന്ന് മുഖം മാടി കഴിഞ്ഞാൽ ചോദിക്കും. നമുക്കുണ്ട് ഇവിടെ 4 പേർക്ക് 5 പേർക്ക് ഒരാളുണ്ട്. 5 പേര് ടീം ലീഡാണ്, അതായത് ടീച്ചറല്ല, 5 പേർക്ക് ഒരു ടീം ലീഡാണ്. അത് നമ്മളെ സ്റ്റാഫ്, എന്റെ സ്റ്റാഫ്, കുട്ടികളല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ സ്കൂളിങ്ങിൽ നിന്നും എന്തൊക്കെയാണ് എഡ്എക്സ് വ്യത്യസ്തമായിട്ടുള്ള ഇതെന്ന് കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന വ്യൂവേഴ്സിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോ ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഇവിടെ തീരുന്നില്ല, നമ്മൾ ഇനിയും കാണുന്നിരിക്കും എന്തൊക്കെയാണ് എഡ്എക്സിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇനിയും കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഗോകുൽ സോമരാജൻ ഫ്രം ബിസിനസ് മലയാളി. താങ്ക് യു.